യൂണിവേഴ്സിറ്റി കുറച്ചൊരു ഉൾഭാഗത്തായിരുന്നു. നമ്മൾ യൂറോപ്പ് എന്ന് പറയുമ്പോൾ വളരെ അവരുടെ കമ്പനിയിൽ വേസ്റ്റ് പ്രീസോർട്ട് ചെയ്യുന്ന പണിയായിരുന്നു. ഇവിടെ ആരും അങ്ങനെ മാനേജറെ നമ്മൾ സാറെന്ന് വിളിക്കേണ്ട, നമുക്ക് ഡയറക്റ്റ് പേരൊക്കെ വിളിക്കും. പക്ഷെ നമ്മൾ നമ്മളെ തന്നെ വിൽക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ജോലി കിട്ടി സെറ്റായി, വൈഫിനെ കൊണ്ടുവരാനുള്ള പേപ്പേഴ്സ് ഒക്കെ മൂവ് ചെയ്തിരിക്കുന്നു. 1,00,000 വരെ സ്റ്റൈഫൻഡ്. പഠിച്ചു കഴിഞ്ഞ് കിട്ടുന്ന ജോബ് എന്താണെന്ന് ആരും ഇന്ന് പരീക്ഷ കഴിഞ്ഞു, നാളെ ജോലിക്ക് എന്റെ മാനേജർക്കാരെ ഞാൻ കംപ്ലൈന്റ് ചെയ്തതാണ്. പക്ഷെ അയാളാണ് ലാസ്റ്റ് എനിക്ക് റെഫറൽ തന്നത്. നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ വരുത്തനാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ പാർട്ട് ടൈം ചെയ്യുമ്പോൾ നമുക്ക് ആ പൈസ കിട്ടുന്നുണ്ട്. +2 കഴിഞ്ഞ് ഇനി എന്താ എന്റെ ലൈഫ്, ആ ഒരു ചിന്ത എനിക്കറിയില്ല എന്താ അതിന്റെ ഒരു. ഗൈസ്, ദീപക്കാണ് കരിയർ വൈസ്. അപ്പോ നമ്മുടെ കൂടെ ആൽബിനും ഉണ്ട്. ആൽബിനൂടെ ജർമ്മനിയിൽ വന്ന് മാസ്റ്റേഴ്സ് ചെയ്ത് ഇപ്പം ജോലിക്ക് കയറിയിട്ടുള്ള ഒരാളാണ്. പുള്ളിയുടെ ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആൽബിൻ, എന്തുകൊണ്ടാണ് ജർമ്മനി ചൂസ് ചെയ്തത്? ബാക്കി രാജ്യങ്ങളൊക്കെ എന്തായാലും കുറെ രാജ്യങ്ങൾ സ്റ്റഡി നടത്തിയിട്ടുണ്ടാവും, അതിൽ നിന്ന് ജർമ്മനി എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്? ജർമ്മനി ചൂസ് ചെയ്യാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് തന്നെയാണ്. നമ്മുടെ ഫീസ് വളരെ കുറവാണ്. വളരെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് കുറേ യൂണിവേഴ്സിറ്റീസ് ഫ്രീ ആയിട്ടുണ്ട്. വളരെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് മാത്രമാണ് ചെറിയൊരു ഫീസ്, സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന സംഭവം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. പിന്നെ പൊതുവെ ഞാൻ മാനേജ്മെന്റ് കോഴ്സാണ് സെലക്ട് ചെയ്തത് മാസ്റ്റേഴ്സിന്. കാരണം എഞ്ചിനീയറിംഗ് കോഴ്സ് ഫുള്ളി ട്യൂഷൻ ഫ്രീ ആയിരുന്നു അതോ? അല്ലല്ല, അത് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ആദ്യം നോക്കിയിരുന്നത് മാസ്റ്റേഴ്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സുകളായിരുന്നു, അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി അങ്ങനെയുള്ള കോഴ്സസ് ആയിരുന്നു. അപ്പോൾ മാർക്കൊരു പ്രശ്നമായിരുന്നു. എനിക്കൊരു 63 എബവ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ അഡ്മിഷൻ ഒരു പ്രോബ്ലം വന്നു. അപ്പം മാനേജ്മെന്റ് ഇതിലേക്ക് മാറി. അങ്ങനെ MBA എടുത്തു. MBA എടുക്കാൻ വേണ്ടി പബ്ലിക് യൂണിവേഴ്സിറ്റീസിലൊക്കെ നോക്കിയപ്പം ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ലൈക്ക് ഫീസൊക്കെ ഭയങ്കര. ജർമ്മനി തന്നെ നോക്കിയപ്പോഴും ഭയങ്കര ഫീസൊക്കെ ആയിരുന്നു. അപ്പം ഇങ്ങനെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഞാൻ അപ്ലൈ ചെയ്തു. ആദ്യം ഞാൻ കുറച്ച് യൂണിവേഴ്സിറ്റീസ് സ്വന്തം അപ്ലൈ ചെയ്തു. അവിടെ നിന്നൊക്കെ കുറച്ച് റിജക്ഷൻ വന്നു. കുറേ പേപ്പേഴ്സ് ഇല്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ മര്യാദയ്ക്ക് ഫോളോ അപ്പും ചെയ്തിട്ടില്ലായിരുന്നില്ല, കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ ഏകദേശം ഒരു 5 ഇയേഴ്സോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അപ്ലൈ ചെയ്തത്. അപ്പം ഈ 5 ഇയേഴ്സിൻ്റെ ഇൻ ബിറ്റ്വീനൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, കാനഡയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ ഫീസും കൂടുതൽ, പിന്നെ ഒന്നും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്തില്ല എന്ന് വേണേൽ പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഏജൻസി സമീപിച്ചത്. അവർ ഓക്കെ ആയിരുന്നു, അവർ നല്ലൊരു സപ്പോർട്ട് തന്നു. അങ്ങനെ ആണ് എനിക്കിവിടെ ഹോക്സ്ഷൂളയിൽ അഡ്മിഷൻ കിട്ടുന്നത്. അൻഹാൾട്ട് ഹോക്സ്ഷൂളെ ഇതാണ്. അപ്പോൾ ഒത്തിരി മലയാളീസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി, കാരണം ഞങ്ങൾക്ക് 3 ക്യാമ്പസസ് ആണ്. ഒത്തിരി മലയാളീസ് ഇവിടെ ഉണ്ട്. MBA ഞങ്ങൾക്ക് അന്ന് 860 ആണ്ടായിരുന്നു, 860 യൂറോസ് ആയിരുന്നു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ. മന്ത്ലി അല്ല, സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ വരുന്നത്. നല്ലൊരു കോഴ്സായിരുന്നു. നമുക്ക് അതിന്റെ കൂടെ ആ ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷന്റെ കൂടെ നമുക്ക് ലിവിംഗ് എക്സ്പെൻസും കൂടെ കാണിക്കേണ്ടി വരും. ലിവിംഗ് എക്സ്പെൻസ് അന്ന് ഞങ്ങൾക്ക് അത് തന്നെയായിരുന്നു. ഏകദേശം 860 അങ്ങനെ എന്തോ ആയിരുന്നു മന്ത്ലി കോൺട്രിബ്യൂഷൻ. ഇന്ത്യൻ മണി എനിക്ക് തോന്നുന്നു 8,74,000 അങ്ങനെ എന്തോ ആണ് നമ്മൾ ഫിക്സഡ് ആയിട്ട് വെച്ചിരുന്നത്. ഇപ്പൊ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടോ 11,000 മേളിലായിട്ടുണ്ടെന്ന്. 11,980 യൂറോന്റെ അടുത്ത് പുതിയ വരുന്ന. അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ വന്നപ്പോൾ ഉള്ള ബേസിക് പേ എന്ന് പറയുന്നത് 10 euros per hour. 10 euro 72 cents 54 cents അങ്ങനെ എന്തോ ആയിരുന്നു പെർ അവർ ഉണ്ടായിരുന്നു. അതിപ്പോ ഏകദേശം 12 യൂറോസിന് അടുത്ത് 12 യൂറോസ് ആയി. 12 യൂറോസ് ആയി. അപ്പോൾ അതനുസരിച്ച് ഇവിടുത്തെ എക്സ്പെൻസ് കൂടുന്നുണ്ട്, മന്ത്ലി എക്സ്പെൻസ് കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് അവരും അത് കൂട്ടിയെടുക്കുന്നത്. ലിവിംഗ് എക്സ്പെൻസ് കൂടുന്നതാണ്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഒരു ഇനീഷ്യൽ, അതായത് വന്നപാടെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? വന്നപാടെ കാര്യങ്ങള് സത്യം പറയുകയാണെങ്കിൽ കുറച്ച് ട്രാജിക് ആയിരുന്നു. വേറെ ഒന്നുമല്ല, യൂണിവേഴ്സിറ്റി കുറച്ചൊരു ഉൾഭാഗത്തായിരുന്നു. നമ്മൾ യൂറോപ്പ് എന്ന് പറയുമ്പോൾ വളരെ നമ്മൾ യൂറോപ്പ് എന്നൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന ഒരു യൂറോപ്പ് അല്ല. അങ്ങനത്തെ സിറ്റീസ് ഉണ്ട്, ഇല്ലാന്നല്ല. കുറച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് നമ്മൾ ആ ഒരു സിറ്റിയിലായിരിക്കും പോകുന്നതെന്നായിരിക്കും. പക്ഷെ ഇവിടെ വന്നപ്പം ഒരു ഇച്ചിരി ഉള്ളിലായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണത്. ശരിക്കും പറഞ്ഞ ഗ്രാമമാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ പോകണം അവിടുത്തെ ഒരു മെക്ഡി കാണണമെങ്കിൽ തന്നെ. അപ്പോൾ പാർട്ട് ടൈംസ് ഒക്കെ ഭയങ്കര ഷോർട്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ അവിടെ പാർട്ട് ടൈം പോകുന്നത്, അത് പറയാൻ കാരണം വേറെ ഒന്നുമില്ല. ഇവിടെ വരുന്ന പിള്ളേർ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നവർക്ക് സസ്റ്റെയിൻ ചെയ്യാം. ഞാൻ ഇന്ന ജോലിയെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വരുന്ന പിള്ളേർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ ഫസ്റ്റ് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് പ്രീസീറോ എന്ന് പറയുന്ന ഇവിടെ ഒരു വേസ്റ്റ് കമ്പനി ഉണ്ട്. അപ്പം ഈ സിറ്റീസിലൊക്കെ വേസ്റ്റ് കളക്ട് ചെയ്ത് എടുക്കുന്ന ഒരു കമ്പനിയാണ്. കളക്ട് ചെയ്യുന്ന അല്ല, എനിക്ക് അവരുടെ കമ്പനിയിൽ വേസ്റ്റ് പ്രീസോർട്ട് ചെയ്യുന്ന പണിയായിരുന്നു. വേസ്റ്റ് കൺവെയറിൽ ഇങ്ങനെ വേസ്റ്റ് വരും, അതിൽ നിന്ന് പേപ്പർ വേറെ, പ്ലാസ്റ്റിക്സ് വേറെ, അങ്ങനെ ഓരോരോ കൺവെയറിൽ ഓരോരോ സോട്ടേഷൻ ആയിരിക്കും. അപ്പോൾ ഓരോ ദിവസം നമ്മൾ ചെല്ലുന്നതനുസരിച്ച് മാറ്റമായിരുന്നു. അതാണ് ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ വരുന്ന സ്റ്റുഡൻസ് ഒക്കെ മെയിൻ ആയിട്ട് പറയുന്നത് പാർട്ട് ടൈം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ്, നമ്മൾ എന്ത് ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ പാർട്ട് ടൈംസ് കിട്ടാനുണ്ട് ഇഷ്ടംപോലെ. എനിക്ക് തോന്നുന്നത് അവർ മെയിൻ ആയിട്ട് വൈറ്റ് കോളർ ജോലി. ഞാൻ അതൊരു 3-4 മാസത്തോളം ഞാൻ ചെയ്തു. അന്ന് കറക്റ്റ്. കാരണം ഞാൻ എൻ്റെ മന്ത്ലി എക്സ്പെൻസ് എടുത്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം അതൊരു റെഗുലർ ജോബൊന്നും അല്ലായിരുന്നു. വീക്കിലി ഒരു ട്വൈസ് ഓർ ത്രൈസ് അങ്ങനെയൊക്കെ നമ്മളെ അവർ ഒരു ഏജൻസി വഴിയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കൊണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ എക്സ്പെൻസ് നടന്നു. പിന്നെ എനിക്ക് ഫീസ് അടയ്ക്കണമായിരുന്നല്ലോ എല്ലാ സെമസ്റ്ററിലും. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കെട്ടിവെച്ച പൈസ എടുത്താണ് യൂസ് ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് എനിക്ക് ഞാൻ ലീവ് ചെയ്തുകൊണ്ടിരുന്ന ടൗണിൽ നിന്ന് കുറച്ച് അപ്പുറത്തുള്ള ഒരു ടൗണിൽ മെക്ഡിയിൽ വർക്ക് കിട്ടി. അപ്പോൾ എനിക്ക് അപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മന്ത്ലി ഡെയിലി എനിക്കൊരു 7 euros ഉണ്ടായിരുന്നു. ഇപ്പോഴല്ലേ 49 ടിക്കറ്റ്സ് ഒക്കെ വന്നത്. ഡെയിലി ഒരു 14 euros ട്രാവൽ എക്സ്പെൻസ് ആണ്. ചിലപ്പോൾ 4 hours വർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ 40 euros ആണ് നമുക്ക് വർക്കിന് കിട്ടുക. അതിൽ 40 euros നമ്മൾ ട്രാവലിന് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 26 euros ഒക്കെ നമുക്ക് ഒരു പെർ ഡേ ഏണിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് പൈസ അങ്ങനെ അതിൻ്റെ മീൻസ് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ഇട്ട പൈസ എടുത്താണ് ഞാൻ ഇവിടെ. എന്തായാലും മന്ത്ലി നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുമല്ലോ. അത് എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട്. അത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മന്ത് നമ്മളിവിടെ വന്നു ബ്ലോക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കണമല്ലോ. അങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ എനിക്ക് 1000 euros ആണ്, 1200 euros ആണ് കയറി. കാരണം നമ്മൾ ആ സമയത്ത് വീടെടുക്കണം, അങ്ങനത്തെ ഇനീഷ്യൽ എക്സ്പെൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആദ്യത്തേത് കുറച്ച് കൂടുതൽ കയറും. പിന്നെ ഉള്ളത് കറക്റ്റ് ഡിവൈഡഡ് ബൈ 11 months കറക്റ്റായിട്ട് വരും. എല്ലാ 5th ഓഫ് ദ മന്തിന് മുമ്പ് എന്തായാലും പേയ്മെന്റ് കയറും. ബ്ലോക്ക്ഡ് അക്കൗണ്ട് നമ്മൾ ആക്ടിവേറ്റ് ആകുന്നതിന് മുന്നേ ഇവിടെ ലീവിക്കണമെങ്കിൽ കുറച്ച് പൈസ കൊണ്ടുവരണം. അത് ഞാൻ പറയാ, നമുക്ക് കാർഡ്സ് ആയിട്ട് കൊണ്ടുവരും. ഇപ്പോൾ തോമസ് ബുക്ക് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ക്യാഷ് ആയിട്ട് കൊണ്ടുവരാം. അതിനെന്തോ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എത്രയോ എമൗണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. നമ്മളിപ്പോ എന്തായാലും സ്റ്റുഡൻസ് ഒക്കെ ആദ്യം വരും. നമ്മളിപ്പോ റൂം ആണെങ്കിലും അതിന് ഡെപ്പോസിറ്റ് ഒക്കെ എമൗണ്ട് കൊടുക്കേണ്ടി വരുമല്ലോ. ഡെപ്പോസിറ്റ്സ് ഒക്കെ കൊടുക്കേണ്ടി വരും. നമുക്ക് കുറെ സൈറ്റുകളുണ്ട്, ഇപ്പൊ എല്ലാവർക്കും അറിയാം എല്ലാ സൈറ്റ്സുകളൊക്കെ. നോർമലി ഇവിടെ വരുന്ന ഏകദേശം ഒരു 2 മാസത്തെ 3 മാസത്തെ റെന്റ് ആയിരിക്കും ഡെപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ചില പിന്നെ കുറച്ച് വെൽ നോൺ ആയ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ലൈക്ക് ഇപ്പൊ പറയുകയാണെങ്കിൽ ഹാലെ വോണും ഗനോഷാഫ്റ്റ്, അല്ലെങ്കിൽ ബേൺബുർഗ് വോണും ഗനോഷാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ചില കമ്മ്യൂണിറ്റി, ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ വീടിന് എനിക്ക് ഡെപ്പോസിറ്റ് ഇല്ല, ഫ്രീ ആണ്. കാരണം അവര് ഏകദേശം 1000 years ഒക്കെ ആയി അവര് ഈ ഹൗസിംഗ് കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട്. അപ്പൊ അവർക്ക് ഇനിയൊരു യൂണിവേഴ്സിറ്റിന്റെ യൂണിവേഴ്സിറ്റിയുടെ വോണിങ്സ് സ്റ്റുഡന്റ് വോൺഹൈംസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. അതൊക്കെ ഞാൻ പറഞ്ഞ നമ്മൾ ഈ സ്വന്തം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയാസ് ഉണ്ടാവില്ല. ഇപ്പോൾ ടൈമുള്ള പിള്ളേർക്ക് റിസർച്ച് ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ എടുക്കാമായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഞാൻ അഡ്മിഷൻ കിട്ടി, അതിനുശേഷം സ്റ്റുഡൻറ് വോൺഹൈമിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ എന്നാ പറയണ്ടേ, അവിടെ ഇതായിരുന്നു, ബിസി ആയിരുന്നു. ലൈക്ക് അവർ പറഞ്ഞു 1 year കഴിഞ്ഞിട്ട്. സ്റ്റുഡൻറ് വോൺഹൈമിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഗുണം എന്താണ്? അവിടെ റെന്റ് കുറവുണ്ടോ, അല്ലെങ്കിൽ നമ്മളിപ്പം പ്രൈവറ്റ് ആയിട്ട് നിൽക്കുന്നതും? മീൻസ് കൂടുതൽ സ്റ്റുഡൻറ് വോൺഹൈം എൻ്റെ അറിവിൽ ഞങ്ങളുടെയൊക്കെ അവിടെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് പോലെയാണ്. അപ്പൊ ഷെയർഡ് ഒന്നും അല്ല, ചെറിയൊരു ബെഡ്റൂം, ചെറിയ സ്റ്റഡി ടേബിളും കാര്യങ്ങളും ഒക്കെ. അത് അങ്ങനെ ജീവിക്കേണ്ടവർക്ക് വല്ല മീൻസ് എലോൺ ആയി, അല്ലെങ്കിൽ അങ്ങനെ അധികം ഷെയർഡ് ആയിട്ട് നിൽക്കാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ നല്ല കാര്യമാണ്. പിന്നെ എപ്പോഴും അത് കോളേജിന്റെ ചേർന്നായിരിക്കും. എനിക്ക് തോന്നുന്നു ഇതേപോലത്തെ ഒരു സിറ്റി ആയതുകൊണ്ടായിരിക്കും അങ്ങനെ. നമുക്ക് ബെർലിനിലൊന്നും അതേപോലത്തെ റൂം ഇപ്പം നല്ലൊരു എക്സ്പെൻസീവ് ആയി. ബെർലിനൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് എന്നാ ഷോർട്ടേജ് ആയി തുടങ്ങി ഹൗസിങ്ങിന്റെ. കാരണം ബെർലിൻ നിന്ന് ഒത്തിരി പിള്ളേർ ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്ന ഈ ടൗണിൽ വന്ന് ഞങ്ങൾ ഏകദേശം 2 hours ഓഫ് ജേർണി ഉണ്ട്. എന്നിട്ട് പോലും ഒത്തിരി പേര് ഇവിടെ വന്നിട്ടാണ് നിൽക്കണേ. കാരണം ഇവിടെ കുറച്ചും കൂടെ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ കുറച്ച് ചീപ്പാണ്. ഇപ്പോഴത്തെ ഒരു കേസിൽ ബെർലിനിലെ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമിൽ, ഈ ഒരു സൈസുള്ള ഒരു റൂമിൽ തന്നെ 3-4 പേര് ഷെയർഡ് ആയിട്ട് നിൽക്കുന്നത്. അതും 350 euros ഒക്കെ കൊടുത്താണ് നിൽക്കണേ ഹോസ്റ്റലിലുള്ള. അതേസമയത്ത് ഇപ്പൊ ഞാനിപ്പോ ഉള്ളത് ഒരു 2 BHK റൂം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വോൺ സിമ്മർ. അതിപ്പോ നാട്ടിലുള്ളവർക്ക് എങ്ങനെയായി മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല. ഒരു 2 BHK നമ്മുടെ നാട്ടിലെ രീതിയിൽ 2 BHK റൂമാണ്. എനിക്ക് എല്ലാം കൂടെ വൈഫൈ അടക്കം എല്ലാ എക്സ്പെൻസും കൂടെ 600 euros വരുന്നുള്ളൂ.
അതാണ് രണ്ട് സിറ്റീസ് തമ്മിലുള്ള മാറ്റം. അവിടെ ഡിമാൻഡ് കൂടുതലാണ്. ഇവിടെ ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഇനി കൂടി വരും. കാരണം ഇവിടെ ഇപ്പോൾ ലൈപ്സിഷിൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, തൊട്ടടുത്ത് സിറ്റിയാണ് ലൈപ്സിഷ്. അതുപോലെ തന്നെ ഈ ക്യോത്തനിലേക്കായാലും ഒത്തിരി പിള്ളേർ വരുന്നുണ്ട്, ക്യോത്തൻ യൂണിവേഴ്സിറ്റീസിലേക്ക്. പിന്നെ ഹാലെ എന്നാ മാർട്ടിൻ ലൂതർ കിങ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഹാലയിൽ തന്നെ ഉള്ളതാണ്, ഭയങ്കര ഫേമസ് ആയ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇവിടേക്കൊക്കെ മലയാളീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്, ഇന്ത്യൻസും വരുന്നുണ്ട്. അപ്പം എന്തായാലും ഇനി പിന്നെ ഈ ബെർലിനിലുള്ള ഈ റഷ് കാരണം ഒത്തിരി ഫാമിലീസും ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. കാരണം IT പ്രൊഫഷണൽസ് ഒക്കെ വൺസ് ഇൻ എ വീക്കൊക്കെ അവർക്ക് വർക്ക് ഫോം ഒക്കെ ആയിരിക്കും. അപ്പം ഇങ്ങനെ എക്സ്പെൻസ് ബെയർ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല ഇതായിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് മാറുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ നമ്മുടെ ഈ പഠിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എളുപ്പമായിരുന്നു? നമുക്ക് നാട്ടിലത്തെ അതേ സിസ്റ്റം തന്നെയാണ്? ഇവിടുത്തെ സിസ്റ്റം നാട്ടിലെ സിസ്റ്റം അല്ല ഇവിടെ. ഇവിടുത്തെ സിസ്റ്റം കുറച്ചും കൂടെ നാട്ടിൽ ബൈ ഹാർട്ട് ചെയ്ത് പോയി എഴുതുന്ന ഒരു സിസ്റ്റമേ അല്ല ഇവിടെ. ഇവിടെ കുറച്ചും കൂടെ പ്രാക്ടിക്കൽസ് ആയിരിക്കും. മാറിയപ്പോ എളുപ്പമായിരുന്നു അതിലേക്ക്? ആദ്യം കുറച്ച് ഒന്ന് തന്നെ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാനേജ്മെന്റ് ഇതായിരുന്നല്ലോ, എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പൊ മാനേജ്മെന്റ് വന്നപ്പം അക്കൗണ്ടൻസി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്കൊരു യാതൊരു പരിചയമില്ല, ഒരു രീതിയിലും ടച്ച് ഇല്ലാത്ത സബ്ജക്ട്സ് പഠിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒന്നര കൊല്ലമാണ് എൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ. അപ്പോൾ എനിക്ക് അക്കൗണ്ടൻസിക്ക് ഒരു ബാക്ക്ലോഗ്സ് വന്നു, 2 വർഷം വന്നു. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ 3 ബാക്ക്ലോഗ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു നിശ്ചിത സമയം തരും, അതിനുള്ളിൽ നമ്മൾ നമ്മൾ കോഴ്സ് മാറണം. അല്ലെങ്കിൽ നമ്മളെ ഇവിടുന്ന് 3 അറ്റംപ്റ്റ് കഴിഞ്ഞു എന്നിട്ടും പാസ്സായില്ല, അപ്പോൾ നമുക്ക് തിരിച്ചു പോകേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഇവിടെ യൂണിവേഴ്സിറ്റീസിൽ. നമുക്ക് ബാക്ക്ലോഗ്സ് അങ്ങനെ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കൂല. ഒരു വിഷയത്തിന് 3 അറ്റംപ്റ്റ്സ് ആണ് ഉള്ളൂ. അപ്പം ഫസ്റ്റ് 2 അറ്റംപ്റ്റ്സ് എനിക്ക് ഫസ്റ്റ് സെമ്മിൽ തന്നെ എഴുതണം എന്നൊന്നുമില്ലല്ലോ ഇവിടെ. ഇല്ല, നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന പോലെയാണ്. രജിസ്റ്റർ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് സെമിസ്റ്ററിൽ നമുക്ക് തോന്നുകയാണ് ആ സബ്ജക്റ്റ് നമ്മളെ കൊണ്ട് എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ ജയിക്കൂല എന്ന് ഉറപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ സെമിസ്റ്റർ സബ്ജക്ട്സ് മാറ്റാം. പക്ഷെ ചില സബ്ജക്ട്സ് ഉണ്ട് കമ്പൽസറി ആയിട്ട് ആ സെമിസ്റ്റർ തന്നെ ചെയ്യേണ്ടതും ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തു പോകേണ്ടി വരും. എലക്റ്റീവായിട്ട് വരുന്ന സബ്ജക്ട്സ് നമുക്ക് സെമിസ്റ്റർ മാറ്റി രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ചെയ്യാന്നുള്ള വെച്ചാൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. അതെല്ലാ സെമിസ്റ്ററിലും 1-2 സബ്ജക്റ്റുകൾ ഉണ്ടാവും. ഇപ്പം ഞാൻ ഫസ്റ്റ് സെമിസ്റ്ററിൽ എനിക്ക് കൊണ്ടായിരുന്നത് എൻ്റർപ്രണർഷിപ്പും അതുപോലെ തന്നെ റിപ്പോർട്ടിങ് ആൻഡ് കൺട്രോളിങ് അങ്ങനെ എന്ന് പറയുന്നൊരു ഇതായിരുന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. പിന്നെ ആദ്യമായിട്ടായിരിക്കും ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന അക്കൗണ്ടൻസി ഓറലായിട്ടായിരുന്നു എക്സാം. അപ്പം ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ്? ഞങ്ങൾക്ക് ഓൺലൈനിലായിരുന്നു ആദ്യത്തെ എക്സാം എനിക്ക് ഓൺലൈനിൽ, രണ്ടാമത്തത് ഡയറക്റ്റും ആയിരുന്നു. അപ്പോൾ അക്കൗണ്ടൻസി ഓറൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം ലൈക്ക് എങ്ങനെയായിരിക്കും എക്സാമിന്റെ ഒരു പാറ്റേൺ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊരു കണക്ക് തന്നിട്ട് അത് കറക്റ്റ് ആക്കുന്ന പരിപാടിയൊന്നും അല്ല. അവര് ഓരോ സിറ്റുവേഷൻസ് ആണ് നമ്മളോട് ചോദിക്കുക. ഇങ്ങനെ ഒരു കമ്പനിയിൽ ഇങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഇൻവെന്ററി ടൈപ്പ് എടുക്കും. അപ്പം കുറെ കൂടെ ആപ്ലിക്കേഷൻ ലെവലിലാണ് കാര്യങ്ങളുടെ ചോദ്യങ്ങളും എക്സാംസും. തിയറി പഠിച്ച് ഇപ്പോൾ എനിക്കറിയാം നാട്ടിലെ ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് ടാലിയാക്കുക അങ്ങനത്തെയൊക്കെയാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്, ഒരു സിറ്റുവേഷൻ ആണ് തരുന്നത്. അപ്പോൾ ഒരു അക്കൗണ്ടന്റ് എന്ന നിലയിൽ നമ്മൾ എന്ത് സ്റ്റെപ്സ് ആണ് എടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ആ ഇൻകം എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇതിൽ ചാർട്ടിലൊക്കെ ഫില്ല് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടുത്തെ ചോദ്യങ്ങളും. കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവലിലാണ്. എന്തായാലും നമുക്കൊരു ജോലി കിട്ടും. അതൊരു നമുക്കൊരു ഇപ്പം നമ്മുടെ നാട്ടിൽ പഠിച്ചത് വേറെ, ജോലി ചെയ്യുന്നത് വേറെ. നമ്മുടെ നാട്ടിലെ കൺസെപ്റ്റ് കുറെയൊക്കെ മാറ്റമുണ്ട് ഇവിടെ. എന്തായാലും നമുക്ക് വേണ്ട കമ്പനി നമ്മൾ ട്രെയിൻ ചെയ്യും. പക്ഷെ കുറച്ചും കൂടെ നമ്മൾ ഫെമിലിയർ ആയിരിക്കും. കമ്പനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാവും. ചെറിയൊരു ഫെമിലിയാരിറ്റി നമുക്ക് കോഴ്സ് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവും എന്തായാലും. അപ്പൊ ആൽവിൻ ഈ കോഴ്സ് യൂസ് ചെയ്തത് ഇവിടെ വന്നിട്ട് പഠിക്കാം എന്നുള്ളൊരു ഉദ്ദേശമാണ്, അതോ ഇവിടെ വന്ന് സെറ്റിൽ ആവാനുള്ളൊരു പ്ലാനിലായിരുന്നു? ജസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു പോകണം എന്നായിരുന്നു? അല്ല, കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു പോകണമെന്നല്ല. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഇത്രയും പൈസ ഞാൻ ലോൺ എടുത്താണ് വന്നത്. അതുപോലെ ഞാൻ ഈ ഫിക്സഡ് എമൗണ്ട് ലോൺ എടുത്താണ് വന്നത്. അതും കാനറ ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തത്. അപ്പൊ പലരും ഇപ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ലോണ് കിട്ടില്ല എന്നൊക്കെ. പക്ഷെ ലോൺ കിട്ടും. നമ്മൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്ത് പ്രോപ്പർ പേപ്പേഴ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ലോൺ തരും. അതിനുള്ള എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസും ഇതുണ്ട് നമുക്ക്. കാരണം ജർമ്മനിയിൽ ഫീസില്ല. അപ്പൊ എന്തായാലും നമുക്ക് ലോൺ തരും. എനിക്ക് ലീവിങ് എക്സ്പെൻസിനാണ് ബാങ്ക് ലോൺ തന്നെ. അതിപ്പോ ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ
ഇവിടുത്തെ നോർമലി ബാക്കി എല്ലാ രാജ്യങ്ങളിലും കാണിക്കുന്ന ഒരു ഫീസാണ്. ഫീസാണ്. ഇവിടെ നമുക്ക് ഫീസ് ഇല്ല, ഫീസില്ല, ലിവിങ് എക്സ്പെൻസ് ആണ് ലിവിങ് എക്സ്പെൻസ് ആണ് കാണിക്കുന്നത്. കാണിക്കുന്നത്. അത് ചെയ്ത് തരും. മാനേജേഴ്സിന് അറിയില്ല ലിവിങ് ചില മാനേജേഴ്സിന് അറിയത്തില്ല. പക്ഷെ ഞാൻ സമീപിച്ചപ്പോൾ, ഞാൻ ആ ടൈം സിൻഡിക്കേറ്റ് ബാങ്ക് ആയിരുന്നു, അവർ കൊളാബ് ചെയ്തു. അപ്പം ഞാൻ ചെയ്തപ്പോൾ എന്നാ പറയണ്ടേ, അവർ വളരെ വെൽക്കമിങ് ആയിരുന്നു, അവർക്ക് അറിയായിരുന്നു. ഞാൻ പ്രപ്പോസൽ എല്ലാം കൊടുത്തു. കുറച്ച് നമ്മൾ എന്തായാലും നമുക്കറിയാലോ നാട്ടിലെ പേപ്പർ വർക്ക്സ് കുറച്ച് നടക്കണം. അപ്പൊ അവര് എന്തായാലും ചെയ്തു തരും. അപ്പം ഇപ്പം സ്റ്റഡീസ് കഴിഞ്ഞു, ഇനിയിപ്പോ ഇവിടെ ജോലിക്ക് കയറിയല്ലേ? ഞാൻ പറഞ്ഞ, ഞാൻ അത് പാർട്ട് ടൈമിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഞാൻ ഒരു 9 മാസം മക്ഡിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സിറ്റി മാറി. ആ ടൗണിൽ നിന്ന് പറഞ്ഞു നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, പേയ്മെന്റിന്റെ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഞാൻ അവിടുന്ന്, പിന്നെ ലാസ്റ്റ് ഇയർ എനിക്ക് ഓൺലൈനിലായിരുന്നു, കോഴ്സ് മൊത്തം ഓൺലൈനിലായിരുന്നു. ആകെ 2 സബ്ജക്ട്സും പിന്നെ തീസിസും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ബാക്ക്ലോഗ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് ആ സെമസ്റ്റർ ചെയ്യാൻ, തീസിസ് ചെയ്യാൻ പറ്റില്ല. ഫുൾ സബ്ജക്ട്സ് ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമുക്ക് തീസിസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടും പിന്നെ ജോലി ഇത് കൂടുതലായതുകൊണ്ടും ജോലി വേണമെന്നുള്ളത് കൊണ്ടും ഞാൻ തൊട്ടടുത്ത സിറ്റിയായ ഹാലയിലേക്ക് മാറി. അപ്പം ഹാലയിൽ വന്നു. ആ സമയത്താണ് ആമസോണിൽ ഓപ്പണിങ്സ് ഉണ്ടായിരുന്നു. പീക്കിന്റെ സമയം, പീക്കിൽ വന്നു, അങ്ങനെ കയറി. അത് പാർട്ട് ടൈം ആയിട്ടല്ല, ഫുൾ ടൈം ആയിട്ട് തന്നെയാണ് ജോലിക്ക് കയറിയത്. നമുക്ക് സ്റ്റുഡൻസിന് 6 months വരെ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അത് ഇയറിലെ ഒരു ലാസ്റ്റ് ടൈം ആയിരുന്നു. ലൈക്ക് 2 months എനിക്ക് റിമൈനിങ് ഉണ്ടായിരുന്നു. എക്സ്ട്രാ ബോണസസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ടൈമിൽ ഞാൻ കയറുമ്പോൾ എനിക്ക് 1,500 ഈച്ച് മന്ത്സ് ബോണസ് പ്ലസ് സാലറി അങ്ങനെയുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കയറി. നല്ല സ്കീം. ഇവിടെ ഒത്തിരി സ്റ്റുഡൻസ് അത് നോക്കിയിരിക്കുന്നവരൊക്കെ ഉണ്ട്. കാരണം നല്ലൊരു സ്കീം. കഴിഞ്ഞ പ്രാവശ്യം അത് 2,000 euros ആയിരുന്നു. അപ്പോൾ നമുക്ക് സാലറിക്ക് പുറമെ പെട്ടെന്ന് ഒരു 2,000 euros എക്സ്ട്രാ കിട്ടാന്ന് പറയുമ്പോൾ ടാക്സ് പോവും എന്തായാലും. പക്ഷെ എന്നാലും പെട്ടെന്ന് അത്രയൊരു എമൗണ്ട് എക്സ്ട്രാ കിട്ടുമെന്ന് പറയുന്നത് സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ വലിയൊരു ഇതാണ്. അപ്പൊ അത് ഉണ്ട്. നമ്മുടെ വർക്കിംഗ് അവേഴ്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത എമൗണ്ട് ആണ്. വർക്കിംഗ് അവേഴ്സുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും. പിന്നെ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഞാൻ അവിടെ ഒരു 6 മാസം, ലൈക്ക് April 5th വരെ അവിടെ കംപ്ലീറ്റ്. 2023 April 4 വരെ അവിടെ ഉണ്ടായിരുന്നു, വർക്ക് ചെയ്തു. അപ്പം വർക്ക് ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം നല്ല ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്തു എന്ന് ഞാൻ പറയാം. കാരണം ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ പീക്കിൽ, കഴിഞ്ഞ തൊട്ട് പുറകിൽ 2023 പീക്കിലും വർക്കിന് ചെയ്തു. അപ്പോൾ ഞാൻ ഏകദേശം തീസിസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരു അവസ്ഥയായിരുന്നു. തീസിസ് കംപ്ലീറ്റ് ചെയ്തു. നാട്ടിലൊന്ന് പോയി വന്നു. 2 കൊല്ലത്തിന് ശേഷം നാട്ടിൽ പോയി. 1.5 കൊല്ലത്തിന് ശേഷം നാട്ടിൽ പോയി. അതിനുശേഷം കല്യാണം കഴിച്ചു, വന്നു. തീസിസിന് മുമ്പേ കഴിഞ്ഞു. സബ്ജക്റ്റ് കഴിഞ്ഞ അവിടെ കല്യാണം കഴിഞ്ഞു. വന്നിട്ട് തീസിസ് കംപ്ലീറ്റ് ആക്കി. തീസിസ് പേപ്പേഴ്സ് എല്ലാം വെച്ചിട്ടാണ് പോയത്. ഡിഫൻസ് മിച്ചം ഉണ്ടായിരുന്നു. വന്നു, ഡിഫൻസ് കംപ്ലീറ്റ് ആക്കി. അതിനുശേഷം വിസ മാറാൻ കൊടുത്തു. വിസ മാറി കിട്ടിയ ശേഷമാണ് രണ്ടാമത് ഞാൻ ഇവിടെ കയറുന്നത്. ആമസോണിൽ രണ്ടാമത് പിന്നെയും കയറി. വിസ മാറിയിട്ട് അപ്പം ജോബ് സീക്കർ വിസയിലേക്ക് നമുക്ക് ജോബ് സീക്കർ വിസയിലേക്ക് മാറും. നമ്മൾ കോഴ്സ് ഡിഫൻസ് കഴിയുന്ന പാടെ തന്നെ നമ്മൾ നമ്മുടെ ഔസ്ലാൻഡർ ബഹോഡയിലേക്ക് മെയിൽ അയക്കും. അങ്ങനെ ഇത്രാം തീയതി ഞങ്ങളുടെ ഡിഫൻസ് കഴിഞ്ഞു, ഞങ്ങൾക്ക് വിസ മാറാൻ താല്പര്യം ഉണ്ടെന്നുണ്ട്. അപ്പോൾ അവർ നമുക്കൊരു അപ്പോയിൻമെന്റ് തരും. അപ്പോയിൻമെന്റിന് പോവുക. ഇവിടെ 98 euros ആണ് കാർഡ് മാറുന്നതിന്. 98 euros അടച്ച് കാർഡ് 1.5 കൊല്ലത്തേക്ക് നമുക്ക് കുറെ പേപ്പേഴ്സ് കൊടുക്കണം. വേറെ മീൻസ് നമ്മൾ വീട് താമസിക്കുന്നതിന്റെ പ്രൂഫ്. പിന്നെ നമുക്ക് ജോബ് സീക്കറിലേക്ക് മാറി കഴിഞ്ഞാൽ 1.5 വർഷമാണല്ലോ സമയം കിട്ടുക. 1.5 വർഷം കിട്ടും. ഇൻ കേസ് ഈ 1.5 വർഷത്തേക്ക് ജോബ് ഒന്നും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അത് ഔസ്ലാൻഡർ ബഹോഡെ ഒന്ന് സ്റ്റേറ്റ് വൈസ് ഇരിക്കും, 2 അവിടെ ഇരിക്കുന്ന ഓഫീസർ പോലെ ഇരിക്കും. ചിലർക്കൊക്കെ 3 months 4 months ഫിക്ഷൻ ഒക്കെ കൊടുക്കാറുണ്ട്. അത് അവിടെ ഇരിക്കുന്ന ആളെ സംബന്ധിച്ചാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബൈ റൂൾ നമുക്ക് 1.5 കൊല്ലമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ജോലി കിട്ടിയില്ലേ നമ്മൾ തിരിച്ചു പോകണമെന്നാണ്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം വരില്ല. കുറച്ച് ലാംഗ്വേജ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അതിന് മുമ്പ് ജോലി കിട്ടും. ആൽവിൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടായിരുന്നു? ഞാൻ പഠിച്ചു, പക്ഷെ ആ സമയത്ത് കൊറോണ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 years കഴിഞ്ഞിട്ടാണ് ജർമ്മൻ പഠിച്ച് 2 years കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് നല്ലൊരു ഗ്യാപ്പ് വന്നു. അപ്പോൾ ഞാൻ B1 ലെവലായിരുന്നു തീർത്തിരുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങ് വന്നു. കോഴ്സിൽ ജർമ്മൻ ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ നിന്നിരുന്ന സ്ഥലവും യൂണിവേഴ്സിറ്റി തമ്മിൽ ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ലാംഗ്വേജ് പഠിച്ചിട്ട് വന്നതുകൊണ്ട് ബെനിഫിറ്റ്സ് ഉണ്ടായെന്ന് വെച്ചാൽ വന്ന സമയത്ത് മീൻസ് ഉണ്ട്. കാരണം എൻ്റെ പാർട്ട് ടൈം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു കുറച്ച് ഗ്രാമത്തിലായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളവർക്കൊന്നും അധികം, പ്രത്യേകിച്ച് ഈസ്റ്റ് സൈഡിലേക്കുള്ളവർക്കൊന്നും അത്രയ്ക്കൊന്നും
അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇംഗ്ലീഷൊന്നും അറിയത്തില്ല. കുറച്ച് യങ്സ്റ്റേഴ്സിന് അറിയാവുന്നതാണ്, പക്ഷെ അവരെന്നാലും അങ്ങനെയൊന്നും പറയില്ല. നമ്മുടെ അതേ പേടി തന്നെ, തെറ്റുമോ എന്നുള്ള പേടി കൊണ്ട് ആരും പറയില്ല. അപ്പോൾ ഈസ്റ്റ് സൈഡ് ഒരു കുറച്ച് ഡിഫറെൻ്റ് ആണ് വെസ്റ്റ് സൈഡിനേക്കാളും. അപ്പം ഞാൻ ഇതിന് ചെന്നപ്പോൾ എനിക്ക് വന്ന കോള് ജർമ്മനിലാണ്. പാർട്ട് ടൈമിന് സെലക്ട് ചെയ്തു, ഇത്ര മണിക്ക് വരണം, അപ്പോയിൻമെൻറ്റ് ഇത്ര മണിക്കാണെന്നും പറഞ്ഞ് കോള് വന്നത് ജർമ്മനിലാണ്. അപ്പോൾ അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കുറച്ചൊക്കെ പഠിച്ചതുകൊണ്ട് അത് പറ്റി. അതിനുശേഷം നമ്മളവിടെ ചെന്നപ്പോഴും നമ്മളോട് ചോദിച്ചത് മീൻസ് അവർക്ക് ഫ്ലുവന്റ് ജർമ്മൻ ഒന്നും വേണമെന്നില്ലായിരുന്നില്ല. അവർ മീൻസ് എത്രാം തീയതി മുതൽ പണി സ്റ്റാർട്ട് ചെയ്യാം, ഏതൊക്കെ ദിവസമാണ് അർബൈറ്റ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ ചെറിയ ചോദ്യങ്ങൾക്ക് നമുക്ക് പറയാൻ പറ്റും. അതുവഴി അവർക്ക് മനസ്സിലാകാം, ഓക്കെ മെയിൻ കാര്യങ്ങൾക്ക് ഇവന് മനസ്സിലാകുമെന്ന് കണ്ടാൽ അവരെന്തായാലും നമുക്ക് ജോലി തരും. കാരണം ഇവിടെ ക്രൈസിസ് ഉണ്ട്, പക്ഷെ ഒന്നും അറിയത്തില്ലാത്ത ഒരാൾ എന്തായാലും അവരെടുക്കൂല, ഒട്ടും അറിയത്തില്ലാത്ത ഒരാൾ എന്തായാലും എടുക്കൂല. നമ്മുടെ നാട്ടില് ബംഗാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന പോലെ നമുക്ക് കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, അവരൊട്ട് ചെയ്യൂല. അപ്പൊ ഇവിടെ ഈ വർക്കിന് പ്രത്യേകിച്ച് ഈ റെസ്റ്റോറൻറ്റിലൊക്കെ സേഫ്റ്റി ഇഷ്യൂസ് ഭയങ്കരമാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും പറ്റിയാലും അത് റെസ്പോൺസിബിൾ അവരാണ്, കമ്പനി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അവർ അതും നോക്കും. കാരണം ഇപ്പം നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് ഡാൻസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ബേണേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും കൈയൊക്കെ പൊള്ളും, ചെറിയ പൊള്ളലൊക്കെ ഉണ്ടാവും. അതിനുള്ള മരുന്നുകളൊക്കെ അവിടെ തന്നെ ഉണ്ട്. എല്ലാം നമുക്ക് വളരെ സേഫ്റ്റി ആയിട്ടാണ് അവർ ചെയ്യുന്നത്, പറഞ്ഞു തരണമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ പൊള്ളൽ, ചെറിയ അലിയിലെ പൊള്ളലൊക്കെ ഉണ്ടാവും. പക്ഷെ വലുതായിട്ടൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവർ പറയണത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. നമുക്ക് സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ട്. അപ്പൊ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അല്ലെ പിന്നെ നമ്മളെപ്പോഴും നമുക്ക് വേണ്ടി ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു സൂപ്പർവൈസറെ പോസ്റ്റ് ചെയ്യുക, ആ സൂപ്പർവൈസറുടെ സമയത്ത് തന്നെ നമുക്ക് ഇത് തരിക, പിന്നെ അയാൾ ലീവിന് പോയാൽ നമുക്ക് വർക്ക് ഇല്ലാണ്ടിരിക്കുക, അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് വരും. അവർ അത്രയ്ക്കും ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ജോലി തരും, പക്ഷെ ഇതായിരിക്കും പിന്നീട് ഉണ്ടാകുന്ന അവസ്ഥ. ഇതായിരിക്കും അയാളെ ഡിപ്പെൻഡൻസ്, ആ ഇംഗ്ലീഷ് അറിയാവുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിക്കേണ്ടി വരും. അപ്പം ജർമ്മൻ അറിയുന്നതുകൊണ്ട് ബെനിഫിറ്റ് എന്തുകൊണ്ടും ബെനിഫിറ്റ് ആണ്. നമ്മളെന്തായാലും അങ്ങനെയാണ്. അപ്പൊ നമ്മള് ആമസോണിന്റെ കാര്യത്തിൽ വിട്ടു. ഇപ്പം അങ്ങനെ ആമസോണിൽ പിന്നെ രണ്ടാമത് ജോയിൻ ചെയ്തു. അപ്പം എനിക്ക് വിസ മാറിയല്ല, സ്റ്റുഡന്റ് വിസയല്ല. അപ്പം എനിക്ക് തോന്നുന്നു 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ, കാരണം അവർക്കറിയായിരുന്നു, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആത്മാർത്ഥതയോടെ പണിയെടുക്കണം എന്ന് പറഞ്ഞു. എന്നെ കളിയാക്കുമായിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ, നീ ആർക്ക് വേണ്ടിയിട്ട് എങ്ങനെ പണിയെടുക്കണേ, കറക്റ്റ് ടൈമിന് തീർത്തു അല്ലെങ്കിൽ ചുമ്മാ ചെയ്താൽ പോലെ, എന്തിനാ നമ്മൾ ഇങ്ങനെ പട്ടിപ്പണി എടുക്കണേ, ഇതൊക്കെ സാധാരണ ആൾക്കാർ ചെയ്യേണ്ട പണിയല്ലേ, നമ്മൾ സ്റ്റുഡൻസ് അല്ലേ, നമ്മൾ എന്തിനാ ഇങ്ങനെയൊക്കെ ഒത്തിരി എക്സ്പെൻസ് അല്ല, മീൻസ് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഒരു ടാർജറ്റൊക്കെ, നമുക്ക് ടാർജറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരു 400 പാക്കറ്റ്സ് പെർ അവർ നമ്മൾ സ്റ്റോർ ചെയ്യണമായിരുന്നു. അപ്പം അതൊക്കെ അതിന് മുകളിൽ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസമൊന്നും അല്ല, ചില ദിവസം നമുക്ക് പറ്റില്ല, നല്ല കുറച്ച് ഹാർഡായ ജോബാണത്. അപ്പം എന്നാ പറയണ്ടേ, അന്ന് ചെയ്തു. അതുകൊണ്ടായിരിക്കണം ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്തൊരു ഏജൻസി വഴിയായിരുന്നു ആമസോണിൽ. ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഏജൻസി വഴിയായിരുന്നു കോൺട്രാക്ട്. അപ്പം അവിടുത്തെ സൂപ്പർവൈസർ നമ്മളോട് ചോദിച്ചു, നിനക്ക് ആമസോണിൽ ഡയറക്റ്റ് കിട്ടാൻ താല്പര്യമുണ്ടോ? ഞാൻ ജോബ് സീക്കിംഗ് ആണ് എന്ന് അവർക്കറിയാം വിസ വഴി. അപ്പം ഞാൻ എന്തായാലും ഓക്കെ പറഞ്ഞു. വേറെ ഒന്നുമല്ല, എനിക്കറിയാമായിരുന്നു. ഞാൻ അവിടുത്തെ സൂപ്പർവൈസറായിട്ട് സംസാരിച്ച ഒരു ഇറ്റാലിയക്കാരനുണ്ടായിരുന്നു. പുള്ളിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു, ഇവിടെ ഇന്റേണൽ ജോബ്സ് ഉണ്ട്. അപ്പോൾ പക്ഷേ അത് പെർമനന്റ് എംപ്ലോയി ആയാൽ മാത്രമേ നമുക്ക് ഇന്റേണൽ ജോബ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വേറെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒത്തിരി നന്നായി വർക്ക് ചെയ്യണമെന്ന് കാണുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജർമ്മൻസിന് പ്രത്യേകിച്ച് ഒരു കറക്റ്റ് 8 മണിക്കൂർ നീ വർക്ക് ചെയ്യാൻ വരുന്നുണ്ട്, നിനക്ക് 8 മണിക്കൂർ പേയ്മെന്റ് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ 8 മണിക്കൂർ പേയ്മെന്റ് വർക്ക് ചെയ്യണം. ഈവൻ ഇഫ് ലൈക്ക് കൺവെയർ നമ്മൾ നിന്നുപോയി, അവരൊപ്പം തന്നെ ഡസ്റ്റ്ബിന്നും അതുപോലെ തന്നെ ബ്രൂംസും എടുത്ത് ക്ലീൻ ചെയ്ത് അവരപ്പം തന്നെ ക്ലീൻ നിന്നെങ്കിൽ അവിടെ നമ്മൾ മാറി നിൽക്കും. പക്ഷെ നമ്മൾ കുറ്റം പറയുന്നതല്ല, പക്ഷെ ഇവര് വർക്ക് കൾച്ചർ അങ്ങനെയാണ്. അവരപ്പം തന്നെ അടുത്ത് നോക്കി അവർ തന്നെ വേഗം ക്ലീൻ ചെയ്യാനുള്ള ആ ഭാഗം ക്ലീൻ ചെയ്ത ശരിയാണ്, ക്ലീൻ ചെയ്തു. അടുത്ത കൺവെയർ വരുമ്പോൾ പിന്നെ അവിടെ പൊടി വീഴും, അതൊക്കെ ഒരു പ്രശ്നമല്ല. ദേ ആർ ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ദാറ്റ് അവേഴ്സ്. സോ അവർ അപ്പം തന്നെ അവർ ആ വർക്ക് ചെയ്യും, ആ സമയത്തുള്ള എന്തെങ്കിലുമൊക്കെ വർക്ക് അവർ ചെയ്യും. അപ്പം എന്താ പറയുക, നമ്മളും അങ്ങനെ മാറി, നമുക്ക് വേണ്ടി നമ്മൾ റെസ്പോൺസിബിൾ ഏറ്റെടുത്ത്. ആമസോൺ പ്രിൻസിപ്പിൾസ് ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ അത് നോക്കി ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് മാനേജർമാരോ അല്ലെങ്കിൽ ഇവിടെ ആരും അങ്ങനെ മാനേജറെ നമ്മൾ സാറെന്നൊന്നും വിളിക്കണ്ട, നമുക്ക് ഡയറക്റ്റ് പേരൊക്കെ വിളിക്കാം. ആരെയും സാറെന്നൊന്നും വിളിക്കണ്ട. അപ്പൊ നമ്മളും അതുപോലെ കമ്പനി ആയിരിക്കും. ഇപ്പൊ മാനേജർമാർ പോലും എന്നാ പറഞ്ഞിട്ട്, ഇപ്പൊ ഒരു സ്വീപ്പർ വന്നില്ലെങ്കിൽ അവർ ആ സ്വീപ്പറിന്റെ പണിയെടുക്കും. ഞാൻ മാനേജറാണ്, അങ്ങനത്തെ ഒന്നുമില്ല, ഇവിടുത്തെ കൾച്ചറേ വേറെയാണ്. അപ്പൊ അങ്ങനെ മാനേജർമാരൊക്കെ ആയിട്ട് കമ്പനി ആയതുകൊണ്ടും നമ്മൾ നന്നായി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആ കമ്പനി ആവാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ
അതിനുശേഷം അവർ നമ്മളെ പെർമനന്റ് ആയിട്ട് അവിടെ എടുത്തു. അപ്പോഴും നമ്മൾ സാധാ ആർബൈറ്റ് ആയിരുന്നു. ഞാൻ അത് വെച്ച് ഒന്ന് ട്രൈ ചെയ്തു ഔസ്ലാൻഡർ ഏറ്റവും താഴെയുള്ള മിറ്റ് ആർബൈറ്റർ ജോലി എന്ന് പറയും. അപ്പോൾ മിറ്റ് ആർബൈറ്റർ ആയിരുന്നു. ഞാൻ ചുമ്മാ അത് വെച്ചിട്ട് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് അത്യാവശ്യം ഒരു 1,800 യൂറോസ് നമുക്ക് ടാക്സ് കഴിഞ്ഞ് നമുക്ക് കിട്ടുമായിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് ഔസ്ലാൻഡർ ബഹോടേക്ക് ഒന്ന് മെയിൽ അയച്ചു, വിസ മാറ്റി തരുമോന്ന് ചോദിച്ചു. ഈ നോർമൽ വർക്ക് വെച്ചിട്ട് കോൺട്രാക്ട് കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് വർക്ക് വിസയിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച്. കാരണം ഇവിടുത്തെ ഔസ്ലാൻഡർ ബഹോട കുറച്ച് ലിബറലാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുവരാനുള്ള, കാരണം ജോബ് സീക്കിംഗ് വിസയിൽ നമുക്ക് വൈഫിനെ കൊണ്ടുവരാൻ പറ്റില്ല. കൊണ്ടുവന്ന കേസുണ്ട് കേട്ടോ, ഒരു എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോ ഞാൻ അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്കൊരു ബഷൈനിക്കും ഒരു സംഭവം അവർ തരണം. എന്തായിരുന്നു എന്റെ പേര്? മീൻസ് നമ്മുടെ എന്താണ് വർക്ക് എന്നുള്ളത് നമ്മുടെ കമ്പനി നമുക്കൊരു പേപ്പറിൽ എഴുതി തരും. അതിനെന്തോ ഒരു പേര് പറയും, മറന്നുപോയി. അപ്പൊ ആ പേപ്പർ ഞാൻ ചോദിച്ചു, HR നമുക്ക് തന്നു. അതുകൊണ്ട് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് അബ്ഷലൂസ് ഒന്നും വേണം, മീൻസ് എഡ്യൂക്കേഷൻ വേണ്ടാന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, നീ മാസ്റ്റേഴ്സ് ചെയ്ത ആളാണ്, അപ്പൊ ഇങ്ങനെ ജോലി ക്വാളിഫിക്കേഷൻ ഉള്ള ജോലിയല്ല എന്ന്. അതിനുശേഷം ഞാൻ ഇന്ത്യൻ ജോബ്സ് ഒത്തിരി അപ്ലൈ ചെയ്യുന്നുണ്ട്. അവിടെ മാത്രം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വേറെ ജോബ്? ഞാൻ വേറെ എവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. ഞാൻ അവിടെ തന്നെ വേറെ ജോലികൾ ഞാൻ നമ്മുടെ ലിങ്ക്ഡിൻ ത്രൂവും അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്ലാസ് ഡോർ അങ്ങനത്തെ ഇവിടുത്തെ വെബ്സൈറ്റുകൾ വഴി കുറേ ജോലിക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ എൻ്റെ ഫ്ലുവൻ ജർമ്മൻ ഒന്നും അല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കുറേ ഗ്യാപ്പ് കിട്ടാൻ വന്നത്. അപ്പം എൻ്റെ ഫ്ലുവൻ ജർമ്മൻ ഒന്നും അല്ലായിരുന്നു. അങ്ങനെ ജോബിന് എല്ലാവരും ചോദിക്കുന്നത് ഫ്ലുവൻ ജർമ്മൻ ആയിരുന്നു. നമ്മളിപ്പം ചില ഇവിടെ അത്രയ്ക്ക് നമ്മളെ ഇന്ത്യയിലെ പോലെ അത്ര ഡിജിറ്റലൈസ്ഡ് ഒന്നും അല്ല ഇവിടെ പല കാര്യങ്ങളൊന്നും. അപ്പോൾ ചിലപ്പോൾ ഇന്റർവ്യൂസ് ഒക്കെ ചിലപ്പോൾ ഫോൺ കോൾ വഴിയൊക്കെ ആയിരിക്കും. അപ്പോൾ ചില ഇന്റർവ്യൂസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഹലോ ആൽബിനാണോ എന്ന് ചോദിക്കും. അതെ, ഞാൻ ഇന്ന കമ്പനിയിൽ നിന്നാണ് വിളിക്കണേ. അപ്പോൾ നമ്മൾ ചോദിക്കും ക്യാൻസർ സ്പെഷ്യൽ ഇംഗ്ലീഷ് സംസാരിക്കാവോ എന്ന് ചോദിക്കുന്ന പോലെ താങ്ക് യു ചൂസ് അവർ കട്ട് ചെയ്യും. കാരണം അവർക്ക് ജർമ്മൻ അറിയാവുന്ന ആളെയാണ് ആവശ്യം, വേറെ ഒന്നും പ്രോപ്പറായിട്ട് അവര് ചോദിക്കില്ല. ഈ ഒരു മാനേജ്മെന്റ് ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും ചെയ്യണം. കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് വരുമ്പോൾ അതെന്തായാലും നമുക്ക് ജർമ്മൻ മാൻഡേറ്ററി പോലെയാണ്. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇവിടുത്തെ പല ജോലിക്കും മീൻസ് പൊസിഷൻസിനും ഇന്റേണലായിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി ആമസോണിൽ തന്നെ. അപ്പോൾ ഇന്റേണൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഒരു വ്യത്യാസം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പോർഷൻ ഓഫ് ഇന്റർവ്യൂ ഇല്ല, മീൻസ് ലൈക്ക് ഒരു ഫേസ് ഇല്ല. നമുക്ക് കിട്ടുന്ന ഇന്റർവ്യൂസ് ഒക്കെ ഡയറക്റ്റ് എന്താ പറയണ്ടേ, ഒരു 1 hour ഇന്റർവ്യൂ ആണ്. ലൈക്ക് ഹാഫ് അവർ ഇൻ ജർമ്മനി ആൻഡ് ഹാഫ് അവർ ഇൻ ഇംഗ്ലീഷ്. ഇവിടെ അപ്പം ജർമ്മൻ ലാംഗ്വേജ് വേണം, ആമസോണിൽ വേണം. ഞാൻ ചെയ്ത പൊസിഷൻ ഓപ്പറേഷൻ ലീഡിനുള്ളതായിരുന്നു. അതിന് മുമ്പ് കുറച്ച് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചുമ്മാ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വിടാണ്ട് ഇന്റർവ്യൂവിൽ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇട പറഞ്ഞു ഇട ചുമ്മാ ഇങ്ങനെ. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒത്തിരി കാണുന്ന വീഡിയോസൊക്കെ ഫോളോ അപ്പ് ചെയ്ത് അന്നന്ന് ഓരോ ഇന്റർവ്യൂവിനും ചോദിക്കുന്ന ചോദ്യങ്ങൾ നോട്ട് ചെയ്യുമായിരുന്നു. ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് എടുക്കുമായിരുന്നു എന്തൊക്കെ ചോദ്യങ്ങളെന്ന്. അപ്പോൾ ആമസോണിൽ മെയിനായിട്ട് സിറ്റുവേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ ലീഡർഷിപ്സിനൊക്കെ ചോദിക്കുന്നത്. അപ്പം അങ്ങനെ കുറേ ചോദ്യങ്ങൾ കണ്ടുപിടിച്ചു, കുറേയൊക്കെ റെഫർ ചെയ്തു, കുറേയൊക്കെ റിപ്പീറ്റഡ് വരുന്ന ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി വെച്ചു, അല്ലെങ്കിൽ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചു. അങ്ങനെ അതൊക്കെ ജർമ്മനിലൊന്ന് പ്രിപ്പയർ ആയി. നമ്മുടെ ഈ പഠിച്ച കാര്യങ്ങളൊന്നും ആയിരിക്കില്ലല്ലേ ചോദിക്കുന്നത്, നമ്മൾ കോളേജിൽ പഠിച്ച എന്താണ്? അല്ല, സിറ്റുവേഷൻ ബേസ്ഡ്. നിങ്ങൾക്കിപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ്, നിങ്ങളുടെ രണ്ട് എംപ്ലോയീസ് തമ്മിൽ ഒരു അടിയുണ്ടായി, അതെങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജർ നിങ്ങൾക്കൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് തന്നു, നിങ്ങൾ എന്ത് ചെയ്യും, അതെങ്ങനെ നിങ്ങൾ ചെയ്തു, എങ്ങനെ അതിനെ നെഗ്ലക്ട് ചെയ്തു, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങളത് ഹാൻഡിൽ ചെയ്തത്, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് കൂടുതൽ ഒരു ചോദ്യം, സിറ്റുവേഷൻ ബേസ്ഡ് ചോദ്യം. അപ്പോൾ നമ്മൾ ആമസോണിന്റെ കേസിൽ ആമസോണിന്റെ ഒരു മെത്തേഡ് ഉണ്ട്, സ്റ്റാർ മെത്തേഡ് എന്ന് പറയുന്നത്. അതൊക്കെ വഴിയാണ് നമ്മള് റിസൾട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ആൻസേഴ്സ് കൊടുക്കേണ്ടത്. പിന്നെ ആമസോണിന് ഒരു പ്രിൻസിപ്പൽസ് ഉണ്ട്. അപ്പൊ അവരതും ചെക്ക് ചെയ്യും. നമുക്കറിയാം അവരിങ്ങനെ ഒരു പേപ്പർ വെച്ചിട്ടായിരിക്കും ഏതൊക്കെ. ഒരു സ്റ്റാർ മെത്തേഡ് എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ, ടാസ്ക്, റിസൾട്ട്, ആക്ഷൻ, റിസൾട്ട്, അങ്ങനെ ആ ഒരു ഇതിലാണ് സ്റ്റാർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് പറയുക, പിന്നെ ടാസ്ക് എന്തായിരുന്നു പറയുക, നമ്മൾ പിന്നെ എന്ത് ആക്ഷൻ എടുത്തു എന്ന് പറയുക, എന്ത് റിസൾട്ട് വന്നു എന്ന് പറയുക, അതുകൊണ്ട് നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളത് പറയാം. ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ വേണം അത് പറയാൻ. പ്ലസ്
ഇതിൻ്റെ അകത്ത് നമ്മൾ ആമസോൺ പ്രിൻസിപ്പിൾ ഈ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ആമസോണിൻ്റെ പ്രിൻസിപ്പിൾസ് എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇവർ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിനും അവരുടെ പ്രിൻസിപ്പിളായി റിലേറ്റഡ് ആയിട്ട് ഉത്തരം പറയത്തക്ക രീതിയിലായിരിക്കും അവർ ചോദിക്കുക. അപ്പോൾ നമ്മളത് ഹൈലൈറ്റ് ചെയ്യണം. ഈ അവസാനം പറഞ്ഞ ഈ കൺക്ലൂഷൻ പറയുമ്പോൾ പറയണം ഓക്കെ വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. ചുമ്മാ നമ്മൾ വെറുതെ കുറച്ച് ലാംഗ്വേജ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജോലി കിട്ടണമെന്നില്ല. കുറച്ച് പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ജോലി. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞ പോലെ കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഞാൻ പുതിയ മാനേജർ വന്നു. പുതിയ മാനേജർ വന്നു കഴിഞ്ഞപ്പം ഞാൻ പുള്ളിക്കാരനെ പോയി കണ്ടു ഞാൻ ഇങ്ങനെ ചോദിച്ചു എനിക്ക് റെഫറൻസ് തരുമോ. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ ലിങ്കിൽ കാണിക്കും റെഫറൻസ് ഐ ഡി അല്ല ഇത് വിൽ ബി ഇൻഫോംഡ് ടു യുവർ മാനേജർ എന്ന്. അപ്പം ഞാൻ പോയി മാനേജറെ കണ്ടു. എന്നിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു പൊസിഷന് നോക്കുന്നുണ്ട്, ഞാൻ ഇന്ന കോഴ്സസ് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ പുള്ളി ചോദിച്ചു എന്തിനാണ് നീ ഓപ്പറേഷൻ ലീഡിന് അപ്ലൈ ചെയ്യുന്നത്, നിനക്ക് മാനേജറായിട്ട് അപ്ലൈ ചെയ്തുകൂടെ, ഇവിടെ വേക്കൻസി ഉണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു നമ്മളൊരു പുതിയ കൺട്രിയിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്ക് കൾച്ചർ വേറെയാണ്, അപ്പം ഒരു ഇനീഷ്യൽ ലെവൽ തൊട്ട് സ്റ്റഡി ചെയ്ത് വരാം, കുറച്ചും കൂടെ നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും. അങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ ഓപ്ഷൻ, മീൻസ് ഞാൻ എന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം ഇതാണ്. ചിലപ്പോൾ അതായിരിക്കാം പുള്ളിക്ക് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവാം. പുള്ളി റെഫർ ചെയ്തു. നെക്സ്റ്റ് ഇൻ്റർവ്യൂ വന്നു. റെഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ നാട്ടിലെ പോലെ റെഫറൻസ് കൊടുത്തു ജോലിക്ക് കയറ്റൊന്നുമില്ല. ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂ ചെയ്തത് ഒരു ഓസ്ട്രിയയിലുള്ള ഒരു മാനേജറും അതുപോലെ തന്നെ മാൻഹൈം എന്ന് പറയുന്ന സിറ്റിയിൽ, ജർമ്മനി തന്നെയുള്ള സിറ്റിയിലുള്ള ഒരു സൂപ്പർവൈസറും ആയിരുന്നു. അത് ഏത് ലാംഗ്വേജിലായിരുന്നു? ഒരെണ്ണം ജർമ്മനിലും ആയിരുന്നു. അവർ സ്റ്റാർട്ട് ചെയ്തത് ജർമ്മനിലാണ്. അപ്പോൾ ഞാൻ ആദ്യത്തേത് നമ്മൾ ജർമ്മൻ തന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ബാരിയേഴ്സ് ഉള്ളതുകൊണ്ട് അവർ പറയും നമ്മളോട്, നമ്മുടെ ജർമ്മൻ കേട്ട് കഴിയുമ്പോൾ തന്നെ അവർക്ക് അറിയാം, കാരണം അത്ര ഫ്ലുവൻ്റ് ഒന്നുമല്ല. അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വിച്ച് ചെയ്യാം, ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇംഗ്ലീഷ് പറയാം. പക്ഷെ നമ്മൾ മാക്സിമം കുറച്ച് നമുക്കൊക്കെ മീൻസ് ഒരു നമുക്ക് കുറച്ചൊക്കെ പറയാൻ അറിയാം, കേട്ടാൽ മനസ്സിലാകും. അവരെന്തായാലും ചോദ്യം ജർമ്മനിൽ ചോദിക്കും. ഈ ജർമ്മൻ പാർട്ടിൽ എന്തായാലും ഒരു ചോദ്യം ജർമ്മനിലായിരിക്കും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് ഉത്തരം പറയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഓക്കെയാണ്. പിന്നെ ഈ സ്റ്റാർ മെത്തേഡ് നോക്കുക, അതൊക്കെയാണ് ആമസോണിൻ്റെ കാര്യത്തിൽ. അപ്പം അങ്ങനെയാണ് ജോബ് കിട്ടിയത്. അങ്ങനെ ജോബ് കിട്ടി. ഇപ്പം ജോബ് കിട്ടിയിട്ട് എത്രയാണ്? ഇപ്പോൾ ജോബ് കിട്ടിയിട്ട് 3 മാസം ആകുന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ജോബ് സീക്കിംഗ് പീരീഡിൽ 8th മന്തിലാണ് എനിക്ക് കിട്ടുന്നത്. 8th അല്ല 10th മന്തിലാണ് എനിക്ക് ജോലി കിട്ടുന്നത്. എനിക്കിനി റിമൈനിങ് 6 months അല്ല 8 months കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുവരെ ഞാൻ അവിടെ ആമസോണിൽ തന്നെ വർക്ക് ചെയ്തു. ജോബ് മാർക്കറ്റ് കുറച്ച് ഡള്ളാണ് മൊത്തത്തിലല്ലേ? കുറച്ച് ഡള്ളാണ്. പിന്നെ ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില മാസങ്ങളിൽ ഹയറിങ് തീരെ ഉണ്ടാവില്ല. ഇപ്പം വെച്ചാൽ ഇവിടുത്തെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെയല്ല, ജനുവരി ടു ജനുവരിയാണ്. ഒരു വർഷം. കറക്റ്റ് നമ്മുടെ മാർച്ച് ടു മാർച്ച് അല്ലേ, മാർച്ച് ഏപ്രിൽ ടു അങ്ങനെ എന്തോ അല്ലേ. അപ്പോൾ ഇവിടുത്തെ മാറ്റമുണ്ട്. അപ്പം ഈ ഒരു മാസം ലൈക്ക് ഒക്ടോബർ നവംബർ ഒക്കെ അത്യാവശ്യം ഹയറിങ് നടക്കുന്നൊരു മാസമാണ്. പക്ഷെ സെപ്റ്റംബർ ലാസ്റ്റ് വന്ന പോലെ ഈ സെപ്റ്റംബറിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അധികം വലിയ ഹയറിങ്സ് ഒന്നും ഉണ്ടാവില്ല സെപ്റ്റംബർ ഓഗസ്റ്റിലൊന്നും, കാരണം അത് 3rd quarter എൻഡിങ് ആണ്. അപ്പം മൊത്തത്തിൽ ഇതുവരെ ഒരു ഡള്ളായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ജനുവരിയിലെ പുതിയ അവരുടെ പ്ലാൻസും കാര്യങ്ങളൊക്കെ എന്തായാലും ഫസ്റ്റ് ക്വാർട്ടറിൽ പ്ലാൻ ചെയ്യും. അതിനനുസരിച്ച് ഒരു മാർച്ചോടുകൂടി ഇൻടേക്സ് ഉണ്ടാവും. അപ്പൊ ആ ഒരു ഫിനാൻഷ്യൽ ചാർട്ട് പോലെയൊക്കെ കുറെയൊക്കെ മാറ്റങ്ങളുണ്ട്. ഇപ്പൊ നമുക്കാണ് സ്കിൽഡ് ലേബേഴ്സിന് ഷോർട്ടേജ് ഉണ്ട് എന്നൊക്കെ ന്യൂസ് കാണുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഓപ്പർച്യൂണിറ്റി കാർഡും കാര്യങ്ങളൊക്കെ ഇപ്പൊ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോഴും ലാംഗ്വേജ് ആണ് ഒരു മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ഇത്. പിന്നെ എന്താ പറയാ, നമ്മൾ എന്ത് ചെയ്യാനും തയ്യാറാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ജോലിയൊക്കെ ഇവിടെ കിട്ടാനുണ്ട്. ഒന്നും മെനക്കെട്ടിറങ്ങണം. സ്പൂൺ ഫീഡ് ചെയ്യാനൊന്നും ഇവിടെ ഞാനിവിടെ കുറെ അങ്ങനെയൊക്കെ ശ്രമിച്ചായിരുന്നു. ലൈക്ക് ഏതെങ്കിലും ഏജൻസി ഉണ്ടോ കോൾ കൊടുക്കുന്നു, അവർക്ക് പൈസ കൊടുത്തേക്കാം, അവർ ജോലി കണ്ടെത്തി തരട്ടെ, അവർക്ക് 1 മാസത്തെ സാലറി കൊടുക്കാം. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനത്തെ സിസ്റ്റം ഉണ്ടല്ലോ. ബാംഗ്ലൂരൊക്കെ ജോലി വാങ്ങി തരുന്ന 1 മാസത്തെ സാലറി ഇവർക്ക് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ കുറെ ഒത്തിരി ഏജൻസീസ് ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ അതിനേക്കാളൊക്കെ എനിക്ക് ഫലവത്തായി തോന്നിയത് നമ്മൾ തന്നെ നേരിട്ട് ഇറങ്ങുക, കമ്പനിയെ കുറിച്ച് പഠിക്കുക, ആ പൊസിഷനിൽ ഇരിക്കുന്ന ആളെ കുറിച്ച് നമ്മൾ ഇന്റർവ്യൂ വിളിക്കുമ്പോൾ നോക്കി അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എല്ലാം നോക്കി പഠിക്കുക. പിന്നെ നമ്മൾ ഈ റെസ്യൂമൊക്കെ ചെയ്യുമ്പം ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ATS അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എല്ലാ കമ്പനിക്കൊന്നും ATS ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അത്ര വലിയ ഇതൊന്നും ആയിട്ടില്ല. പിന്നെ ചില കമ്പനികൾക്ക് HR ഡിപ്പാർട്ട്മെന്റ് വേറെ രാജ്യത്ത് തന്നെ ആയിരിക്കും. നമ്മളിവിടുന്ന് റെസ്യൂമേ അയച്ച് അവരവിടുന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന റെസ്യൂമേക്ക് ആയിരിക്കും. നമ്മൾ ഈ ഓരോ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴും നന്നായി പ്രോപ്പറായിട്ട് നോക്കുക, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ജോബ് ഡിസ്ക്രിപ്ഷനിലുള്ള റെസ്പോൺസിബിലിറ്റീസ് മാച്ച് ചെയ്യുന്ന രീതിയിൽ മാറ്റുക. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ വിൽക്കാൻ ശ്രമിക്കുക.
അപ്പൊ അതിനകത്തുള്ള ഡിസ്ക്രിപ്ഷൻ ഒക്കെ അനുസരിച്ചുള്ള രീതിയിൽ നമ്മുടെ ജോലിയുടെ ഡിസ്ക്രിപ്ഷൻ മാറ്റുക. പറയാൻ പാടില്ലെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ നമ്മളെ വിൽക്കുക എന്നുള്ളത് ശ്രമിക്കുക. കാരണം എന്തായാലും നമ്മളൊരു ജോലി പുതിയതായിട്ട് കയറുമ്പോൾ ആ കമ്പനി നമ്മളെ ട്രെയിൻ ചെയ്യും, ഏറ്റവും ദിവസം നമ്മളെ ട്രെയിൻ ചെയ്യും. അപ്പൊ നമ്മളെ റെസ്പോൺസിബിലിറ്റി വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ഓക്കെ ഞാൻ ഇതിന് കേപ്പബിൾ ആണോ. നമ്മളതിന് കേപ്പബിൾ ആണെന്ന് 100% നമുക്ക് ഷുവർ ആണെങ്കിൽ നമ്മൾ പ്രീവിയസ് ചെയ്തിരുന്ന വർക്ക് ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ് സിങ്ക് ചെയ്യുന്ന രീതിയിൽ റൈറ്റ് ചെയ്യുക. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റിയിൽ വേർഡ് അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത വേർഡ്സ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ ഒക്കെയാണ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ നമ്മുടെ നാട്ടിൽ ഒത്തിരി ഡിസൈൻഡ് റെസ്യൂംസ് ഒന്നും കൊടുക്കാണ്ട് വളരെ നോർമലായ രീതിയിൽ എക്സ്പോർട്ട് സ്കിൽസ് അങ്ങനെ വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങളൊക്കെ മീൻസ് ആരും ഇങ്ങനെ വലിച്ചു വാരി ഒന്നും വായിച്ചു നോക്കുന്നില്ല. ജസ്റ്റ് നോക്കി ഓക്കെ സിമ്പിൾ ഒരു 1 പേജ് ആണെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ നമ്മളെ മാക്സിമം ആ ഒരു 1 പേജിൽ എങ്ങനെ നമുക്ക് വിൽക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാനൊരു കാര്യം പറയാം, എനിക്ക് തോന്നിയ കാര്യമാണ്, അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഒത്തിരി ടേബിൾസ് കൊണ്ടുവരാണ്ട് സിംഗിൾ ലൈൻസിൽ എഴുതാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്താൽ അറിയാം, ടേബിൾസ് ഉള്ള റെസ്യൂം കൺട്രോൾ അടിച്ച് കോപ്പി ചെയ്തിട്ട് ചാറ്റ് ജിപിടിയിൽ പേസ്റ്റ് ചെയ്താൽ അതിൻ്റെ വരുന്ന ലൈൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം കമ്പ്യൂട്ടർ റീഡ് ചെയ്യുന്നത് അങ്ങനെയാണ്, ഞാൻ മനസ്സിലാക്കിയിടത്തോളാണ്, ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ATS റീഡ് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കാം. അപ്പോൾ കുറേയൊക്കെ നമ്മുടെ റിജക്റ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പരമാവധി ശ്രദ്ധിക്കണം. അപ്പൊ റെസ്യൂമേഴ്സ് 1 ലൈൻസ് എല്ലാ കാര്യങ്ങളും അധികം ചാർട്ട്സോ അല്ലെങ്കിൽ അധികം ഡിസൈൻസോ അല്ലെങ്കിൽ അധികം ടേബിൾസോ ഒന്നും കൊണ്ടുവരാണ്ട് നോർമലായി എഴുതിയ റെസ്യൂംസ് ആണെങ്കിൽ അത് അതേപോലെ തന്നെ റീഡ് ചെയ്യും. എല്ലാ ജോബിനും ഒരേ CV അയക്കാണ്ട് ഒരു കാറ്റഗറി വേണമെങ്കിൽ വെക്കാലോ അല്ലേ? കാറ്റഗറിയിൽ വെക്കാം. റെസ്യൂംസ് ഒരേ കാറ്റഗറി സെയിം വെക്കാം. പക്ഷെ നമ്മൾ എന്തായാലും ഒരു കവർ ലെറ്റർ പോലൊരു സംവിധാനം ചെയ്യണം. ലൈക്ക് ഓരോ ജോബിനും നമ്മൾ ആപ്റ്റ് ആണ്, ഞാൻ ഇന്ന കോഴ്സസ് ചെയ്തിരിക്കുന്നത് വഴി ഞാൻ ഇന്നതൊക്കെ ഏൺ ചെയ്തിട്ടുണ്ട്, ആ ഏൺ ചെയ്തതൊക്കെ ഈ പൊസിഷനിൽ വളരെ ഫലവത്തായി നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ ഒരു കവർ ലെറ്റർ ഒക്കെ സെറ്റ് ചെയ്ത് ഓരോ ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇഷ്ടംപോലെ AIs ഉണ്ട്, പക്കാ അതങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്ട് അത് നോക്കി വായിച്ച് അതിൻ്റെ ഒന്ന് റെഫറൻസ് എടുത്ത് നമ്മൾ സ്വന്തമായി എഴുതി അയക്കുക ശ്രമിക്കുക. അതൊക്കെ തന്നെ. അപ്പം അങ്ങനെ ഇപ്പൊ ഇവിടെ ജോലി കിട്ടി സെറ്റായല്ലേ? ഇപ്പൊ ജോലി കിട്ടി സെറ്റായി. വൈഫിനെ കൊണ്ടുവരാനുള്ള പേപ്പേഴ്സ് ഒക്കെ മൂവ് ചെയ്തിരിക്കുന്നു. എന്തായാലും ഒരു 1 മന്തിനുള്ളിൽ വൈഫ് വരും എന്നുള്ള പ്രതീക്ഷയില്. അപ്പൊ ഇനി ഇവിടെ തന്നെ ജീവിക്കാനാണ്, അല്ലെങ്കിൽ തിരിച്ച് നാട്ടിൽ പോകുന്നുണ്ടോ? നാട്ടിൽ പോണ കാര്യം ഇപ്പൊ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും നാട്ടിൽ പോണം, നാട്ടിലല്ലേ എല്ലാരും സെറ്റിൽ ആവാൻ. ഇപ്പം നമ്മളിപ്പോ ഒരു ഫ്യൂച്ചറിൽ ഇവിടെ നിൽക്കുന്ന തന്നെയാണ്. ഇവിടെ ഇപ്പൊ നമ്മള് പെൻഷൻ ഇപ്പം ടാക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ടാക്സ് എല്ലാ വർഷങ്ങളും നമുക്ക് അത് റെഡീം ചെയ്യാം. നമ്മുടെ എക്സ്പെൻസ് കഴിച്ചിട്ടുള്ള ഒരു ടാക്സ് എന്തായാലും. എനിക്ക് ഫസ്റ്റ് ഇയർ ഞാൻ ആകെ 6 മാസത്തിൽ താഴെ വർക്ക് ചെയ്യാൻ പറഞ്ഞല്ലോ, ആമസോണിൽ വർക്ക് ചെയ്തത്. അപ്പം ബോണസിന്റെ ഒക്കെ എല്ലാം കൂടെ കൂട്ടിയിട്ട് എനിക്കൊരു 900 യൂറോ അടുപ്പിച്ച് എനിക്ക് ആ വർഷം ടാക്സ് റിട്ടേൺ വന്നു. കഴിഞ്ഞ വർഷം എനിക്ക് 1300 യൂറോയോളം ടാക്സ് റിട്ടേൺ വന്നു. ചിലരൊക്കെ പറയുന്ന കേൾക്കാം ടാക്സ് റിട്ടേൺ ചെയ്താൽ എന്തോ പിന്നെ നമ്മുടെ റെസിഡൻസ് സിറ്റിസൺഷിപ്പിനൊക്കെ ബാധിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ തന്നെ സെൽഫ് ഇതായിട്ട് പറയാണ് എനിക്ക് ഇത്ര പേയ്മെന്റ് ഉണ്ട്. അപ്പം അതൊരു പ്രശ്നമില്ലെന്നാണ് ഞാൻ അന്വേഷിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഒരു ജോബ് വെച്ചിട്ട് നമുക്കൊരു എത്ര വർഷം കൊണ്ട് PR അപ്ലൈ ചെയ്യാൻ പറ്റും? ഞാൻ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് നോക്കിയില്ല. എൻ്റെ ഒരു അറിവ് അനുസരിച്ചാണെങ്കിൽ 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് പറയുന്നത് കേട്ടു, നമ്മൾ ആപ്ലിക്കബിൾ ആണെങ്കിൽ, നമ്മൾ അതിന് എലിജിബിൾ ആണെങ്കിൽ ഔട്ട്ലാൻഡർ ബഹോടെ തന്നെ നമുക്ക് പോസ്റ്റ് അയക്കും. യു ആർ എലിജിബിൾ ഫോർ സോ ആൻഡ് സോ ക്യാൻ അപ്ലൈ. എല്ലാ പേപ്പേഴ്സും പോസ്റ്റ്, ഗവൺമെന്റ് പോസ്റ്റേഴ്സ് എല്ലാം പോസ്റ്റിലായിരിക്കും വരിക. അപ്പം അങ്ങനെ പേപ്പർ അയക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് 5 ഇയേഴ്സ് ആയ 2-3 ഫ്രണ്ട്സ് ഇപ്പൊ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാൾക്ക് ഇപ്പൊ ബ്ലൂ കാർഡ് കിട്ടി. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ബ്ലൂ കാർഡ് ജോബാണോ? അല്ല ബ്ലൂ കാർഡിന് ഒരു ഇയർലി ഒരു 2000 യൂറോസിന്റെ കുറവുണ്ട്. പിന്നെ അത് വേറെ വ്യത്യാസമുണ്ട്. എഞ്ചിനീയറിംഗിന് വേറെയാണ്, മാനേജ്മെന്റിന് വേറെയാണ്. മീൻസ് ഓരോ റിലേറ്റഡ് ജോബ്സിനും ബ്ലൂ കാർഡ് സാലറിക്ക് മാറ്റം ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ ഇവിടെ MBA പഠിച്ചതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങണമെങ്കിൽ പറ്റുമോ? ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റുമോ? അതോ ഇവിടെയുള്ള ജർമ്മൻസിന്റെ പേരിൽ തുടങ്ങേണ്ടി വരും? വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാം. അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇവിടെ ഉള്ളതായിട്ട് എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ ഈ MBA പഠിച്ചുകൊണ്ട് ബെനിഫിറ്റ്സ് ഉണ്ടാവും നമുക്ക്? പ്രൊഫസേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ബെനിഫിറ്റ്സ് ഉണ്ട്, കുറെ പേപ്പർ വർക്ക്സിന്റെ എന്തൊക്കെയോ കുറവുണ്ട്. കാരണം നമ്മളിവിടെ ഓൾറെഡി ബിസിനസിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പം ലൈസൻസ് കിട്ടാനും കാര്യങ്ങളൊക്കെ എളുപ്പമാണെന്നാണ് പറഞ്ഞത്. ഞാൻ പിന്നെ നമ്മളങ്ങനെ ആ ഒരു മൈൻഡ് ഇല്ലാത്തത് കൊണ്ട് അതിലേക്ക് ഇറങ്ങിയിട്ടില്ല, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടില്ല.
അപ്പൊ അത്രയൊക്കെയാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ. ഞാൻ പറയാ ഇവിടെ വരുന്ന സ്റ്റുഡൻസിനോട് പറയാ, ഒന്ന് ലാംഗ്വേജ് നാട്ടിൽ തന്നെ പഠിച്ചിട്ട് വരിക. നമ്മുടെ കാര്യം നമ്മുടെ പിന്നെ സ്റ്റുഡൻസിന്റെ അടുത്ത് ഒത്തിരി പറയുന്നത് പേര് ഒരു IELTS കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് തുടങ്ങാം. ആ. എന്നുവെച്ചാൽ കുറെ കോഴ്സിനും ഇംഗ്ലീഷ് കോഴ്സിനും കോഴ്സിന് apply IELTS ചെയ്യാം. മാത്രം മതി. അപ്പൊ ആ ഒരു ടൈം ബീയിങ്ങില് മാക്സിമം പോയി കുറച്ച് ജർമ്മൻ, ഇപ്പൊ നാട്ടിലിപ്പോ പണ്ടത്തെ IELTS സെന്റേഴ്സ് പോലെ ഇഷ്ടം പോലെ ഇതുണ്ട്. അപ്പൊ ഒരു കാര്യം അവര് പഠിപ്പിക്കുന്നത് ഒരു ബേസിക്സ് ലെവലാണ്, നമ്മളെ മലയാള അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന പോലെയാണ്. അതൊന്നും അല്ല ഇവിടുത്തെ ജർമ്മൻ. പിന്നെ ഇവിടെ ഡയലക്റ്റുകളുണ്ട്, ഓരോ ഏരിയ മാറുന്നതനുസരിച്ച് പറയുന്നതിന് സ്പീഡ് മാറും, പ്രൊണൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. നമ്മൾ പറഞ്ഞ ഒരു കാര്യം തന്നെ അവർ തിരിച്ചു ചോദിക്കും, ഇതാണോ നീ പറഞ്ഞതെന്ന്. അങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അപ്പം പരമാവധി അത് പഠിക്കുക. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാവുക. പിന്നെ ഞാൻ എല്ലാ സ്റ്റുഡൻസിനോടും പറയും, ഹൗസ് ബിൽഡിങ് ചെയ്യുന്നവർ ശരിയല്ല എന്നല്ല, മാക്സിമം ഒരു ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ആക്കി വരാൻ നോക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു എക്സ്പ്ലോറേഷൻ. ഇപ്പോഴത്തെ കുട്ടികൾ മെയിൻ ആയിട്ട് നോക്കുന്നത് +2 കഴിഞ്ഞ ഹൗസ് ബിൽഡിംഗ് ചെയ്യാം, കാശുണ്ടാക്കാം. പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറയാം, ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോലി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ മിറ്റാർബൈറ്ററോ അങ്ങനത്തെ ഒരു ജോലിയായിരിക്കും. ഈ 1800 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആമസോണിൽ നൈറ്റ് ഷിഫ്റ്റ് പോയാൽ 1800 കിട്ടുക. അപ്പോൾ നിങ്ങൾ ഈ 3 കൊല്ലവും പണിയെടുത്ത് അതിനകത്ത് ഒരു എമൗണ്ട് എത്ര 900 800 ഒക്കെയാണ് തോന്നുന്നത് കിട്ടണേ. നേഴ്സിംഗുകാർക്ക് മാത്രമേ 1000 കിട്ടുന്നുള്ളൂ. അതും കിട്ടി. മെയിനായിട്ട് നോക്കുന്നത് വെച്ചാൽ പഠിക്കുന്ന സമയത്ത് ശമ്പളം കിട്ടാന്ന് പറയുന്നത് വെച്ചാൽ 800 യൂറോസ് കിട്ടുന്ന ആൾക്ക് ഇപ്പത്തെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര എമൗണ്ടാ. ആ സമയത്ത് നമ്മൾ പാർട്ട് ടൈം ചെയ്യുമ്പോൾ നമുക്ക് ആ പൈസ കിട്ടുന്നുണ്ട്, അതാരും ശ്രദ്ധിക്കുന്നില്ല. അതാണ് ഞാനും ചിന്തിച്ചൊരു കാര്യം. നാട്ടിലിപ്പോ ഒരു 3 കൊല്ലമൊക്കെ നിന്ന്, എൻ്റെ ഇതാണ് കേട്ടോ പറയുന്നത്, നാട്ടിലൊരു 3 കൊല്ലം നിന്നൊരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ നാട്ടിലെ ഒരു കോളേജ് ലൈഫൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. കുറച്ചും കൂടെയൊക്കെ നമുക്ക് ഈ +2 എന്ന് പറയുമ്പോൾ സ്കൂൾ ബേസ്ഡ് ആണല്ലോ. അപ്പൊ കുറച്ചും കൂടെ ഞാൻ കുറച്ച് പഴയ ആളായിട്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഒരു ചിന്തയല്ല ഇപ്പോൾ സെറ്റിൽ ആവണം. +2 കഴിഞ്ഞ് നമ്മളിപ്പോ 28 വയസ്സായാലും ചിന്തിക്കുന്ന പോലെയാണ് അവർ +2 കഴിഞ്ഞ് ഇനി എന്ത് എന്റെ ലൈഫ്, ആ ഒരു ചിന്ത. എനിക്കറിയില്ല എന്താ അതിന്റെ ഒരു ബാക്ക് ഇതെന്ന്. ഞാന് പറയുകയാണെങ്കിൽ ഓക്കെ, കോളേജിലൊക്കെ പോയി ഒന്ന് കുറെ പേരൊക്കെ ആയിട്ടൊന്ന് കണ്ട് കോളേജ് ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ ഒരു എക്സ്പ്ലോറേഷനും കുറച്ച് ഫ്രണ്ട്സ് കിട്ടും. പിന്നെ പല സാറുമാരും കാര്യങ്ങളൊക്കെ നമ്മൾ കാണും. അപ്പൊ അവരുടെ അടുത്ത് നിന്നൊക്കെ കുറെ കൂടെ ഐഡിയാസ് നമുക്ക് കിട്ടും. നമുക്കൊരു ഫ്യൂച്ചറിൽ എന്ത് വേണം ഒരു എക്സ്പ്ലോറേഷൻ കിട്ടും. നമുക്ക് കുറെയൊക്കെ ഏതൊക്കെ സെലക്ട് ചെയ്യണം പിന്നെ വർഷാവർഷം ഇഷ്ടംപോലെ കോഴ്സസ് ഇൻട്രൊഡ്യൂസ് ആകുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും. പിന്നെ എന്താ പറയാ, അതിന് ശേഷം കയറി വരുമ്പോ ഓക്കെ നമ്മൾ എന്നാ പറയണ്ടേ, കുറച്ചൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയി. അതുപോലെ തന്നെ വേൾഡ് നമുക്കൊരു വേറെ രീതിയിൽ കാണാൻ പറ്റും. പിന്നെ എന്തായാലും നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇച്ചിരിയൊക്കെ വർക്ക് ചെയ്യും, അതിലൂടെയൊക്കെ ചെറിയതായിട്ടൊക്കെ പോയി. അപ്പോൾ ഒരു രൂപ സമ്പാദിച്ചെടുക്കുന്നതിന്റെ ഒരു ഇത് നമുക്കൊരു ഇതുണ്ടാവും. നമുക്ക് പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്നൊക്കെ പറഞ്ഞാൽ ഹൗസ് ബിൽഡിംഗ് ഓക്കെ, എല്ലാവരും പോയി നഴ്സിംഗിന് ചേരും. ഇവിടെയൊക്കെ വന്നിട്ട് നഴ്സിംഗ് വന്നിട്ട് ഹൗസ് ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ സാധാ ഞാൻ പറഞ്ഞല്ലോ മിറ്റാർബൈറ്റർ ജോലിയാണ്. വന്നിട്ട് ഇവിടെ വന്നിട്ട് വർക്കൊക്കെ കണ്ടിട്ട് അയ്യോ അറപ്പാകുന്നു, പറ്റണില്ല, ഞാനിതെല്ലാം ഉദ്ദേശിച്ച അതായത് കുറെ ഏജൻസീസ് ജസ്റ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നില്ല എന്താണ് ഇവിടെ വന്ന് പഠിക്കുന്ന സമയത്ത് സ്റ്റൈഫൻഡ് ഏജൻസിനെ കുറ്റം പണ്ട് കാര്യമില്ല. ഇപ്പൊ ഒരാള് അഡമന്റ് ആയിട്ട് എനിക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോ പിന്നെ ഏജൻസിയും അവരും ഇതുപോലെ എംപ്ലോയീസിനെ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അത് പറ്റത്തില്ല, നീ അങ്ങനെയും ചെയ്യണ്ടെന്ന് പറയാൻ അവരാരും നമ്മുടെ റിലേറ്റീവ്സ് ഒന്നും അല്ലല്ലോ. ക്ലിയർ കട്ടർ ആയിട്ട് കൊടുക്കുന്നത്. നമ്മളിപ്പോ പറയുമ്പോ തന്നെ ഹൗസ് ബിൽഡിംഗ് പഠിക്കുമ്പോൾ തന്നെ സ്റ്റൈഫൻഡ് കിട്ടുമെന്ന് പറയാം. പഠിക്കുകയാണെന്നാണ് ചിന്തിച്ചത്. എല്ലാവരും ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്ന ഹൗസ് ബിൽഡിംഗിന്റെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് 1 ലക്ഷം വരെ സ്റ്റൈഫൻഡ്. പഠിച്ചു കഴിഞ്ഞ് കിട്ടുന്ന ജോബ് എന്താണെന്ന് ആരും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 1 മാസത്തില് ഒരാഴ്ച എങ്ങാണ്ട് തിയറിറ്റിക്കലായിട്ട് പഠിക്കുന്നു, ബാക്കി ഈ 3 ആഴ്ച ഈ സെയിം പണി എടുക്കുകയും വേണം, വളരെ തുച്ഛമായ എമൗണ്ട് കിട്ടുള്ളൂ താനും. എന്നിട്ട് പിന്നെ എന്നാ പറയണ്ടേ, ഇത് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സാവണം. ഇതിന്റെ ഹൗസ് ബിൽഡിംഗിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അൽവിൻ പറഞ്ഞില്ലേ, ജോബ് സീക്കർ വിസയിലേക്ക് മാറി 8 മാസം അല്ല 10 മാസം എടുത്തൊരു ജോബ് കണ്ടുപിടിക്കുക. ഹൗസ് ബിൽഡിംഗിന്റെ അങ്ങനെയല്ല, കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടും. ഇന്ന് പരീക്ഷ കഴിഞ്ഞു, നാളെ ജോലിക്ക് കയറാം. അതൊരു ബെനിഫിറ്റ് ആണ്. അതൊരു ബെനിഫിറ്റ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞത് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഒക്കെ കഴിഞ്ഞ് വരികയാണെങ്കിൽ ആ എക്സ്പ്ലോറേഷൻ കിട്ടും. നമുക്ക് ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ജർമ്മൻ സെറ്റ് ആക്കാം, കുറച്ചും കൂടെയൊക്കെ ഫ്ലുവൻസി ആയിട്ടൊക്കെ ജർമ്മൻ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ വന്നു ഒരു മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ
14 യൂറോ പെർ അവർ കിട്ടുന്നതായിരുന്നു ഒറ്റയടിക്ക് നമുക്ക് 20 യൂറോസ് പെർ അവർ അല്ലെങ്കിൽ 21 യൂറോസ് പെർ അവറിലേക്ക് മാറാം. അതൊരു മന്ത്ലിയിൽ പറ, എന്നാലും ആൾക്കാർക്ക് ക്ലിയർ ആവും. എന്ന് വെച്ചാൽ 4 യൂറോക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടണമെന്ന് ഇപ്പൊ ആൾക്കാർ അങ്ങനെയല്ല, അത് ഞാൻ പറഞ്ഞുതരാം. ടാക്സ് കഴിഞ്ഞ് നമുക്ക് സാധാരണ മിറ്റാർ വെയിറ്ററിന് നൈറ്റ് ഷിഫ്റ്റ് ഒന്നും അല്ലെങ്കിൽ കിട്ടുന്നത് 1600 യൂറോസ് ആണെങ്കിൽ, അല്ല 1600 കിട്ടൂല, അത് 14 യൂറോ ആണെങ്കിലാണ് പറഞ്ഞത്. ആമസോണിൽ 14 യൂറോ ആണ് ബേസിക് പേ, ഇപ്പൊ അത് 15 ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് 1600 യൂറോസ് ടാക്സ് കഴിഞ്ഞ് കിട്ടുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒറ്റയടിക്ക് നമുക്ക് ഒരു 2300 യൂറോസിലേക്ക് മാറാം. 700 യൂറോസ് പെർ മന്ത് നമുക്ക് ഇൻക്രീസ് കിട്ടും. പെർ മന്ത് വ്യത്യാസം. പിന്നെ അതുകൂടാണ്ട് ലീവും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഉണ്ടാവും. ലീവും കാര്യങ്ങളും എക്സ്ട്രാ ഉണ്ടാവും, ബെനിഫിറ്റ്സ് ഉണ്ടാവും. നമുക്കിപ്പോൾ ആമസോൺ ആണെങ്കിൽ മിറ്റാർ വെയിറ്ററിന് 200 യൂറോ ബോണസ് കൊടുക്കുമ്പോൾ മാനേജർമാർക്ക് അല്ലെങ്കിൽ ഓപ്പറേഷൻ ലീഡിലുള്ള പൊസിഷനിൽ 600 യൂറോ നമുക്ക് കിട്ടും. അതൊക്കെ വ്യത്യാസങ്ങളാണ്. പിന്നെ എല്ലാ ജോലിക്കും അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട്. മിറ്റാർ വെയിറ്റർ ആയിട്ട് ജോലി ചെയ്യുമ്പോൾ ആ ഒരു ഡിഗ്നിറ്റി സ്റ്റഡി നടത്തിയിട്ട് അവർക്ക് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. മീൻസ് ചിലർ ഇതിനെ കുറിച്ചൊന്നും അറിയാണ്ട് എങ്ങനെയും പോവുക, പൈസ ഉണ്ടാക്കുക, വീട്ടിലെ പിള്ളേരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഒത്തിരി ഫിനാൻഷ്യലി പ്രോബ്ലം ഉള്ള വീടുകളുണ്ട്. അപ്പം 12ാം ക്ലാസ്സിൽ തന്നെ എനിക്ക് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു വരുന്ന ഫാമിലീസ് ഉണ്ട്. ഞാൻ ഒരിക്കലും ഞാൻ അങ്ങനെ പറയുന്നതല്ല. അപ്പം ഫിനാൻഷ്യലി ഒത്തിരി ബാക്കുള്ള പിള്ളേർ തന്നെ പിന്നെ ഈ ബ്ലോക്ക് എമൗണ്ട് കാണിക്കേണ്ട ഹൗസ് ബിൽഡിങ്ങിന് വരുമ്പോൾ, അപ്പം അവർക്കൊരു ഓപ്ഷൻ അതാണ്. ഫസ്റ്റ് ലാംഗ്വേജ് പഠിക്കേണ്ടവർ ലാംഗ്വേജ് പഠിച്ചു, അവര് വേഗം എങ്ങനെയും കയറി വന്നു, ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ ഒരു മനസ്സിലുള്ളത് കൊണ്ടാണ് അവരങ്ങനെ കയറി വരുന്നത്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞിട്ട് ആ വർക്ക് കണ്ടിന്യൂ ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സ് കോഴ്സ് അല്ലെ ബാച്ചിലേഴ്സ് കോഴ്സ് ഒക്കെ എടുത്ത് അങ്ങനെ ബാച്ചിലേഴ്സിലേക്ക് മാറുക. വെറുതെ അതിൽ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് തോന്നൂല. ഞാൻ പറയും, ഞാനിത് കഴിഞ്ഞ് വന്നോണ്ടായിരിക്കാം, ഞാനിപ്പോ ഒരിക്കലും പറയും, അല്ല ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ആ ഒരു വർക്കിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്താൽ ഓക്കെ നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്. നാട്ടിലേക്ക് ചിലപ്പോൾ ഒരു 80,000-90,000 രൂപയൊക്കെ നാട്ടിലേക്ക് അയക്കായിരിക്കും. അത് നാട്ടിൽ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. പെട്ടെന്ന് നമ്മൾ സ്റ്റിക്ക് ഓൺ ഓക്കെ ഞാൻ സെറ്റായി. പക്ഷെ ഒരു 5 to 10 years കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ബോറടിക്കാൻ തുടങ്ങും. ആ ഒരു സമയത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിൽ സാധ്യതയാണ്, വേറെ കോഴ്സിനൊക്കെ പോവാം. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, അപ്പോഴേക്കും നിങ്ങളൊരു ഫാമിലി ആയിട്ടുണ്ടാവും, നിങ്ങൾക്ക് കുട്ടികളുണ്ടായിട്ടുണ്ടാവും, പിന്നെ അവരെ പഠിപ്പിക്കാൻ പോകും. അപ്പോഴേക്കും നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളും മാറും. ഇപ്പൊ നിങ്ങൾക്ക് 1000 യൂറോ എക്സ്പെൻസ് ആണെങ്കിൽ ആ ഒരു സമയമാകുമ്പോഴേക്കും മാറും. അപ്പോൾ പിന്നെ ഈ മാരേജിന്റെ ഒക്കെ സമയം വരുമ്പോൾ നമ്മുടെ നാട്ടിലെല്ലാ കൺസെപ്റ്റും പോലെ എന്ത് പഠിച്ചു എന്ത് ജോലി ചെയ്യുന്നു അതൊക്കെ നോക്കാൻ തുടങ്ങും. ഇപ്പൊ എല്ലാ പെൺകുട്ടികളും നന്നായി പഠിച്ചു മുന്നോട്ട് പോണ പിള്ളേരാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പം കുറച്ചും കൂടെ ഒക്കെ വൈഡായിട്ട് തിങ്ക് ചെയ്യുക, വരിക, ഫാമിലിയെ സപ്പോർട്ട്. ഇപ്പോൾ ഹൗസ് ബിൽഡിങ്ങിന്റെ കേസിലാണെങ്കിൽ വരിക, ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക, 1 year പഠിക്കുക, ജോലി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ ഒരു പൈസയൊക്കെ കണ്ടെത്തി പയ്യെ ഇവിടുന്ന് തന്നെ ഒരു പാർട്ട് ടൈം ജോലി കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കോൺട്രാക്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സിലേക്ക് മാറാം. അപ്പൊ നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോലി ഉണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ബ്ലോക്ക് എമൗണ്ട് ഒന്നും കെട്ടണ്ട. ബാച്ചിലേഴ്സിലേക്ക് മാറുക, ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, നല്ലൊരു സാലറി കിട്ടും. മാസ്റ്റേഴ്സ് ഒന്നും എടുക്കണം, ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നല്ലൊരു സാലറി കിട്ടും. നമ്മുടെ നാട്ടിലും ഉണ്ട് അത്. മീൻസ് ഓരോ ജോലിക്ക് ഓരോ സ്ലാബ്സ് ഉണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള സ്ലാബ് പേയ്മെന്റ് നമുക്ക് എന്തായാലും കിട്ടും. പിന്നെ ചില കമ്പനീസിലൊക്കെ നമ്മൾ L1 മീൻസ് മിറ്റാർ വെയിറ്റർ എന്നുള്ള പ്രൊമോഷനിൽ പൈസ കുറവായിരിക്കും. ആ സമയത്ത് ആ പ്രൊമോഷൻ കിട്ടിയ പോസ്റ്റിലേക്ക് ഔട്ട്സൈഡിൽ നിന്ന് ഒരാൾ ഡയറക്റ്റ് വരുമ്പോൾ പേയ്മെന്റ് കൂടുതലായിരിക്കും അവർക്ക്. അപ്പം ഓരോരുത്തരുടെ ഡിഗ്രി കാര്യങ്ങളൊക്കെ അവരുടെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുക. അപ്പം നമ്മളൊരു പെർമനന്റ് ആയിട്ട് കയറുന്ന സ്ഥലത്ത് ഒരിക്കലും അവര് നമ്മുടെ എഡ്യൂക്കേഷൻ നോക്കാറില്ല. ഇപ്പൊ എന്റെ കേസിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി അടുത്തുള്ള പൊസിഷൻ എന്ന് പറയുന്നത് L4 പൊസിഷനാണ്. അതിലേക്ക് ഞാൻ ഇപ്പോൾ ഉള്ള പൊസിഷനിൽ നിന്ന് ഡയറക്റ്റ് എനിക്ക് പ്രൊമോഷൻ കിട്ടി കയറുകയാണെങ്കിൽ എനിക്ക് ആകെ കൂടുന്ന 3 യൂറോ ആണ് പെർ അവർ. അതേസമയത്ത് അതേ പൊസിഷനിൽ പുറത്തുനിന്ന് ഒരാൾ അപ്ലൈ ചെയ്ത് വരികയാണ്, അവന്റെ എഡ്യൂക്കേഷൻ വെച്ച് വരികയാണെങ്കിൽ, മാസ്റ്റേഴ്സ് വെച്ച് വരികയാണെങ്കിൽ അവന് ഏകദേശം എന്നെക്കാളും മീൻസ് ഞാൻ ആ പൊസിഷനിൽ ഇരിക്കുമ്പോൾ എന്നെക്കാളും 5 യൂറോസ് എക്സ്ട്രാ കിട്ടും. ആ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പ്രൊമോഷൻ കിട്ടി വരുന്നതിൽ കുറച്ച് പേയ്മെന്റ് കുറവായിരിക്കും. ഡയറക്റ്റ് ഒരു പഠിച്ച് വേണമെങ്കിൽ ഹൗസ് ബിൽഡിംഗ് പഠിച്ചു, 1 കൊല്ലം വർക്ക് ചെയ്തു, പോയി അതിന്റെ തന്നെ ബാച്ചിലേഴ്സ് ചെയ്യുക, അത് തിരിച്ച് വന്ന് അതേ കമ്പനിയിൽ നിങ്ങൾക്ക് കയറാം. കാരണം നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട്. അപ്പം പരമാവധി പിന്നെ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ ആരെ കാണുമ്പോഴും നാളെ അയാൾ നമുക്കൊരു ഹെൽപ്ഫുൾ ആകുമെന്ന് ചിന്തിക്കുക. പുതിയ രാജ്യത്താണ്. അപ്പൊ ഒരു ഉപകാരം ചെയ്ത് ചിലപ്പോൾ നമ്മൾ ഉപദ്രവിക്കുന്ന ആളായിരിക്കാം, പക്ഷെ നമ്മളിങ്ങനെ ഭയങ്കര ഇതൊന്നും ആകാതിരിക്കുക. അപ്പം ചിലപ്പോൾ നാളെ അയാളായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്റെ കേസ് ഞാൻ പറയാം, എന്റെ മാനേജർക്കാരെ ഞാൻ കംപ്ലൈന്റ് ചെയ്തതാണ്. ഇവിടുത്തെ ആൾക്കാരെന്ന് വെച്ചാൽ അങ്ങനെ
എന്തെങ്കിലും പക്ഷെ അയാളാണ് ലാസ്റ്റ് എനിക്ക് റെഫറൽ തന്നത്. അതായത് നമ്മളിപ്പോ വർക്കിന്റെ സമയത്ത് എന്തെങ്കിലും അവർ പറയുവാണെങ്കിലും അത് കഴിഞ്ഞ് അത് തീർന്നു. അവരത് പിന്നെ അടുത്ത പിറ്റേ ദിവസം കാണുമ്പോൾ അവർ വളരെ 5 മിനിറ്റ് കഴിഞ്ഞ് കാണുമ്പോഴത്തേക്ക് അവര് തിരിച്ചു വർത്താനം പറയും. നമ്മുടെ നാട്ടിലത്തെ ആ ഒരു ഇത് വെച്ചിട്ട് അയാളെന്നോട് അങ്ങനെ പറഞ്ഞു, അയാളുടെ മനസ്സിൽ അങ്ങനെ ആയിരിക്കും. പക്ഷെ അതൊന്നും അല്ല ഇവിടെ. പറഞ്ഞു അത് കഴിഞ്ഞു. അവരാ നമ്മുടെ മുഖത്ത് നോക്കി കാര്യം പറയാനുള്ളത് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ അവരത് വിട്ടു. പിന്നെ ഈ പറയുന്ന പോലെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അതിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടില് ഇപ്പൊ ബംഗാളെന്നും അതുപോലെ തന്നെ പല സ്റ്റേറ്റുകളും നമ്മുടെ അടുത്ത് പണിയെടുക്കുന്നുണ്ട്. നമ്മൾ സ്വയം ചിന്തിക്കുക, നമ്മൾ അവർക്ക് എന്തോ ഒരു ഡിഗ്നിറ്റി കൊടുക്കുന്നുണ്ട്. അത് സെയിം തിങ്, നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ വരുത്തനാണ്. അപ്പൊ ആ ഡിഗ്നിറ്റി നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഒത്തിരി നല്ല ആൾക്കാരുണ്ട്, നമ്മളെ വളരെ കെയർ ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം ഫേസ് ചെയ്യേണ്ടി വരും. ഞാൻ അതൊരു പ്രിവിലേജ് ആയിട്ട് എടുക്കാറുള്ളൂ. ചിലപ്പോഴൊക്കെ നമ്മൾ ട്രാമിലൊക്കെ പോകുമ്പോൾ നമ്മുടെ സീറ്റിന്റെ അടുത്ത് ആരും വന്നിരിക്കില്ല, അപ്പൊ സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ. അപ്പൊ ഞാനതൊരു പ്രിവിലേജ് ആയിട്ട് എടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ നമുക്ക് ഇഷ്ടം പോലെ സങ്കടപ്പെട്ടിരിക്കാനുള്ള കാരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ആളോട് ടിക്കറ്റ് ചോദിക്കില്ല, നമ്മളോട് ടിക്കറ്റ് ചോദിക്കും.